ഗുഡ് ന്യൂസിൻ്റെ സ്ഥാപക ചെയർമാനും എല്ലാമായിരുന്നു യശശരീരനായ VM മാത്യു സാർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ ആണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ അവാർഡ് റെവറൻ KC ജോണിന് സമ്മാനിക്കപ്പെടുന്നതോടുകൂടി ഈ അവാർഡിൻ്റെ ധന്യത കുറേ കൂടി വർദ്ധിക്കുകയാണ്. നമുക്കും അറിയാം, ഇത് തിരുപ്പിറവിയുടെ മാസമാണ്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ഈ നാടിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ പ്രത്യാശയും നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ സ്വപ്നങ്ങളുമെല്ലാം തിരുപ്പിറവിയിൽ നിന്നാണ് നമുക്കുണ്ടാകുന്നത്. വരാനിരിക്കുന്ന കാലം നമുക്ക് സുരക്ഷയുള്ള ഞാൻ ഈ VM മാത്യു പുരസ്കാരം, ക്രൈസ്തവ ചിന്ത ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം റെവറൻ KC ജോണിന് സമ്മാനിക്കുന്നതായി അറിയിക്കുന്നു. നന്ദി. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പതിവുപോലെ വാരാവസാനം നമ്മൾ ദൈവസന്നിധിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും ചിന്തിക്കാനായി കർത്താവിൽ ശരണപ്പെടുന്നത്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം പെന്തക്കോസ്തും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തും എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു പോവുകയായിരുന്നു. അതങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഓരോരോ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടിങ്ങനെ തുറന്നു വരികയായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച നമ്മൾ എഫേസ് ലേഖനത്തിൽ വന്നാണ് നമ്മുടെ മെസ്സേജ് അവസാനിപ്പിച്ചത്. എഫേസ് ലേഖനത്തിലേക്ക് വന്ന് അതിന് 2-ാം അധ്യായത്തിലൊരു വാക്യം വായിച്ചുകൊണ്ട് 1-ാം അധ്യായത്തിൽ വന്ന് ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ പൗലോസിനെ അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ പൗലോസിനെ അഭിഷേകം ചെയ്തിരിക്കുന്ന കാര്യമാണ് 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിലൂടെ നമ്മൾ കണ്ടത്. അപ്പോൾ ശരിക്കും കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷിക്തനായ ഒരു ശുശ്രൂഷകൻ ക്രിസ്തുവിനെക്കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുവാൻ കേൾവിക്കാരായ ജനത്തെ ഉത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്തം. അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്, ഒന്ന്, ജനത്തെ സുവിശേഷം കേൾപ്പിച്ച് ദൈവരാജ്യത്തിൽ കൊണ്ടുവരിക. ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നവരോടുള്ള ബന്ധത്തിൽ പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കരുത്. അപ്രയോജനമായ കാര്യങ്ങളൊന്നും പറഞ്ഞ് സമയം കളയരുത്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകളും ബോധ്യങ്ങളിലേക്കും എത്തിച്ചേരണം. അതായത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു വാക്യമാണ്, പിതാവ് സൽഗുണപൂർണനാണെന്ന്. ആ സൽഗുണപൂർണനായ പിതാവിനെ പോലെ ആയിത്തീരുവാൻ സൽഗുണപൂർണനായ പുത്രൻ നമ്മുടെ മുമ്പിൽ നടന്നു കാണിച്ചു എന്ന് വെച്ചാൽ ജീവിച്ചു കാണിച്ചു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ അടുത്ത് നിന്ന് കാണുകയും അത് ഒപ്പിയെടുക്കുകയും നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2-ാം അധ്യായത്തിലെ ആ വാക്യം പറഞ്ഞ് പിന്നത്തേതിൽ നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് എഫെസോസിലുള്ള വിളിക്കപ്പെട്ട വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ, അവിടെയുള്ള സകല വിശ്വാസികളോടുമുള്ള ബന്ധത്തിൽ ലേഖനം എഴുതി തുടങ്ങുകയാണ്. അങ്ങനെ താഴേക്ക് വരുമ്പോൾ പൗലോസിൻ്റെ ഏറ്റവും ഹൃദ്യമായ പ്രാർത്ഥനയാണ്. അവരെക്കുറിച്ചുള്ള തൻ്റെ ഹൃദയാഭിലാഷങ്ങൾ അങ്ങനെ പറഞ്ഞു വന്ന് താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, അദ്ദേഹം പറയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന്. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അതായത് ഹൃദയദൃഷ്ടി പ്രകാശിച്ച മനുഷ്യർ അവിടെ ഇരിക്കുന്നതൊക്കെ എഫെസോസിലെ വിശുദ്ധന്മാരുടെ എല്ലാം കണ്ണ് തുറന്നതാണല്ലോ. കണ്ണ് തുറന്നതുകൊണ്ടാണല്ലോ അവർ ക്രിസ്തുവിനെ അറിഞ്ഞത്. അങ്ങനെയല്ലേ അവർ സഭയുടെ ഭാഗമായത്. സഭയുടെ ഭാഗമാകുന്നതിന് മുമ്പ് അവരെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ജനറലായിട്ട് ദൈവവചനം പറയുന്നത്, ഈ ലോകത്തിൻ്റെ പ്രഭു എല്ലാവരുടെയും കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. തേജസ്സിൻ്റെ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ, ക്രൂശിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാതെ ജനത്തിൻ്റെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുന്നു. അതായത് അവരുടെ പാപക്ഷമയ്ക്ക് വേണ്ടി
പാപപരിഹാരത്തിന് വേണ്ടിയൊക്കെ കുന്നുകളും മലകളും ഒക്കെ താണ്ടി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിനെന്നുള്ള ആ ശബ്ദമൊന്നും അവരുടെ കാതുകളിൽ മുഴങ്ങുന്നില്ല. അവരുടെ കണ്ണുകൊണ്ടൊന്നും കാണാൻ കഴിയുന്നില്ല. അവർ പലവിധമായ നിലയിൽ ഉഴലുകയും ചെയ്യുകയാണ്. അപ്പം അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു. അതായത് കുരുട്ടുകണ്ണന്മാരായവരുടെ കണ്ണ് തുറക്കപ്പെട്ടപ്പോഴാണ് അവർ സുവിശേഷം ഗ്രഹിക്കുവാനും ആ സുവിശേഷം കൈക്കൊള്ളുവാനും അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനും ഇടയായത്. അധികം പേർക്കും അങ്ങനെ മനസ്സിലാകാത്ത ഒരു വേദഭാഗത്തെയാണ് നമ്മളൊന്ന് വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് നമ്മൾ. അതായത് കണ്ണ് തുറക്കപ്പെട്ട എഫെസോസിലെ വിശുദ്ധന്മാരോട് പറയുകയാണ് പൗലോസ്, പോരാ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഇനിയും പ്രകാശിക്കണം, നല്ല നിലയിൽ പ്രകാശിക്കണം. എന്നിട്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം. അതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അതിന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരു ടാബർനാക്കലിൻ്റെ പിക്ചർ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നു. അതായത് ഈ പിക്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിനൊരു വാതിൽ തുറന്ന് നേരെ കയറി വരുന്നത് പ്രാകാരത്തിലേക്കാണ്. നമ്മളതിനെ ജനറലായിട്ട് പറയും, അങ്ങനെ കയറി വരുന്ന ആ വരവ്, പ്രാകാരത്തിലിരിക്കുന്ന യാഗപീഠം അഥവാ കാൽവറിയിലെ ക്രൂശ്, ആ ക്രൂശിൻ്റെ ദർശനമാണ് ഒരു പാപിയെ മാറ്റിമറിക്കുന്നത്. അങ്ങനെ ആ പാപിയായവനെ മാറ്റിമറിച്ച് അവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച അവൻ പ്രാകാര അനുഭവത്തിൽ നിൽക്കുന്നു. അതായത് ആ കാണുന്ന എൻറ്റയർ കോമ്പൗണ്ട്, നമ്മൾ അതിനെയാണല്ലോ ദൈവരാജ്യം എന്ന് വിളിച്ചത്. അങ്ങനെ ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് വന്ന ദൈവരാജ്യ പ്രവേശനത്തിലേക്ക് വന്ന ഒരു വ്യക്തി പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. അതായത് ആ ബലിപീഠത്തിൽ അഥവാ കാൽവറിയിലെ ക്രൂശിൽ ചിന്തിയ രക്തത്താൽ ശുദ്ധീകരണവും വീണ്ടെടുപ്പും സംഭവിച്ചു. അങ്ങനെ അദ്ദേഹം ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടിൽ എത്തിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യവും ഒക്കെ എന്തായിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ശുശ്രൂഷകർ പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെച്ചില്ലെന്ന് എഫെസോസിലെ മൂപ്പന്മാരോട് മിലേത്തോസിലെ കടപ്പുറത്ത് വെച്ച് പൗലോസ് പറഞ്ഞത് എന്താ? ആ പ്രാകാരത്തിൽ നിൽക്കുന്ന വ്യക്തി നേരെ അകത്തേക്ക് നോക്കുമ്പോൾ അവിടെയാണ് കൂടാരം കാണുന്നത്. അതായത് ആ കൂടാരത്തിനൊരു മറശ്ശീലയുണ്ട്, കൂടാര മറശ്ശീല എന്ന് പറയും. അത് തുറന്ന് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ, ആ കൂടാര മറശ്ശീല തുറന്ന് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലമാണ്. അത് കഴിഞ്ഞ് അതിവിശുദ്ധ സ്ഥലമാണ്. അവിടെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഉന്നതമായ വെളിപ്പാടുകളാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഈ വിഷയമൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകളാണ് അവിടെ നിന്ന് നമ്മൾ കണ്ടെത്തിയത്. ഇതൊക്കെ എന്തിനാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വീണ്ടും പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, നിങ്ങൾ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പുതുതായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് അത്ര എളുപ്പം മനസ്സിലാകില്ല. അത് ഞാൻ പല നിലകളിൽ അനുഭവിക്കുകയാണ്. പലയിടങ്ങളിലൊക്കെ കടന്നുപോയി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രസ്താവിക്കുമല്ലോ. അപ്പോൾ ആ ചർച്ചിലൊക്കെയുള്ള വിശ്വാസികൾ പെട്ടെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ അന്തം വിട്ടിരിക്കുന്ന ഇരിപ്പ് നമുക്ക് കാണാം. അവരുടെ കണ്ണൊക്കെ കിടന്ന് കറങ്ങുന്ന കാണാം. അതിൻ്റെ കാരണം ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ആ കണ്ണുകൾ നമ്മളോട് പറയുന്നത്. ഇത് നിരന്തരം കേട്ടാൽ മാത്രമേ ഒരാൾക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ, ഈ ട്രാക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ട്രാക്കാണ്. അതായത് അപ്പോസ്തലന്മാർ തുറന്നു വെച്ച ട്രാക്ക്, യേശുക്രിസ്തു നടന്ന ട്രാക്ക്. ആ ട്രാക്കിലൂടെയല്ല ഇന്ന് അനേകർ പോകുന്നത്. അതുകൊണ്ടാണല്ലോ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഒരു വിശദീകരണത്തിലേക്ക് വരേണ്ടി വന്നത്. പെന്തക്കോസ്റ്റ് വേറെ, ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് വേറെ. അപ്പോൾ തന്നെ പെന്തിക്കോസ്റ്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയേണ്ടതുണ്ട്. പെന്തക്കോസ്റ്റും ട്രാക്കിലാണോയെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടുമാണെന്ന് പറയാൻ പറ്റില്ല. ഏതാണ്ട് വലിയ പങ്കും ട്രാക്കിന് വെളിയിൽ പോയി. അതിലേക്കൊക്കെ നമ്മളിന്ന് പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈ പ്രാകാരത്തിലേക്ക് വന്ന ആ വ്യക്തി, അവൻ്റെ ദൃഷ്ടി ഇനി മുൻപോട്ടായിരിക്കണം. ആ കൂടാരവും അതിനകത്ത് മുഴുവനും ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ്. ആ വെളിപ്പാടുകൾ പ്രാപിക്കേണ്ടതിന് പകരം ഈ കോമ്പൗണ്ടിന് വെളിയിലേക്ക് പോയ ലോകമാണ്. ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന മെജോറിറ്റി പ്രീച്ചേഴ്സും ഈ ലോകത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവരാണ്, ഈ ലോകത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരാണ്. ചിലരൊക്കെ ഈ കോമ്പൗണ്ടിൽ നിൽക്കുന്ന ശുശ്രൂഷകരുണ്ട്, വാസ്തവമായി കർത്താവിൻ്റെ ദാസന്മാർ. അവർ ഈ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അവർ വെളിയിലുള്ള കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് മുൻപിലുള്ള കാര്യങ്ങളല്ലാതെ പിൻപിലുള്ള കാര്യങ്ങളല്ല പ്രസംഗിക്കേണ്ടത്. മിസ്രൈമിലെ ഒരു കാര്യവും നമുക്ക് പറയേണ്ട കാര്യമില്ല, അല്ലേ? മിസ്രൈമിലെ കാര്യങ്ങളിൽ പുകഴുകയോ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അവിടെ ഭയങ്കര കേമമായിരുന്നു, അതങ്ങനെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു, ഇപ്പം കിട്ടും, ഇതൊന്നും പറയേണ്ട കാര്യം നമുക്കില്ല. അതായത് ഭൂമിയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കരുതെന്ന് പറഞ്ഞാൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല.
അത് അന്വേഷിച്ച് കണ്ടെത്തി ഉദ്ദേശിമാർ ജനത്തോട് പറയാണ്, ഞങ്ങൾ കണ്ടെത്തി, പിടിച്ചോ പിടിച്ചോ, നിങ്ങളും പിടിച്ചോ എന്ന് പറയുന്ന ആ പ്രസംഗങ്ങളൊക്കെ അസാധുവാണ്. അതൊക്കെ റദ്ദ് ചെയ്യുകയാണ് നമ്മൾ. അതൊന്നും ദൈവസന്നിധിയിൽ വില പോകുന്ന കാര്യങ്ങളല്ല. ദൈവസന്നിധിയിൽ അതിനൊന്നും വാല്യൂ ഇല്ല എന്നുള്ളതാണ് ശരിയായ സത്യം. മനസ്സിലാക്കുക. അതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചത്. അത് ഇന്നും ഒന്നുകൂടി ഒന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതായത് ഇങ്ങനെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മുൻപോട്ടൊരു യാത്രയുണ്ട്, മുൻപോട്ടുള്ള യാത്ര. ഈ കോമ്പൗണ്ടിൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് സഹോദരങ്ങൾ മനസ്സിലാക്കുക. ഈ കോമ്പൗണ്ടിൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ മാത്രമേ ഉള്ളൂ. അല്ലാത്തവരാരും ഈ കോമ്പൗണ്ടിലേക്ക് വരാൻ കഴിയില്ല. ഒരു പക്ഷേ ദൈവരാജ്യ സംബന്ധിയായ കാര്യങ്ങളിൽ അനുഭാവമുള്ളവർ കാണും. ഒത്തിരി പേർക്ക് അനുഭാവമൊക്കെ ഉണ്ട്. നമ്മുടെ മലയാളക്കരയിലെ പ്രതിപക്ഷ നേതാവിന് ചെറിയ തോതിൽ ഒരു അനുഭാവമൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് കാര്യമായില്ല. അദ്ദേഹം ഈ കോമ്പൗണ്ടിലൊന്നും വന്നിട്ടില്ല. അദ്ദേഹം വെളിയിൽ നിൽക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സഹോദരങ്ങൾ പലരും ഇങ്ങനെ അയച്ചു തരാറുണ്ട്. ഭയങ്കര സംഭവമായിപ്പോയി. കോട്ടയത്ത് അടുത്തിടയ്ക്ക് നടന്ന ആ മീറ്റിങ്ങിൽ അവിടെ വന്ന് പ്രസംഗിച്ചവരാരും മര്യാദയ്ക്ക് സുവിശേഷമൊന്നും പറഞ്ഞില്ല. എന്നാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വാതിലിനെ കുറിച്ച് പറഞ്ഞു, അതായത് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അതൊരു സുവിശേഷ പ്രസംഗമായിരുന്നു, ഇതാണെന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും അതിങ്ങനെ അയക്കുന്നത്. എനിക്ക് സഹതാപം തോന്നുന്നു പെന്തിക്കോസുകാരോട്. വേറെ ആൾക്കാർ അയക്കുന്നതിന് കുഴപ്പമില്ല. വാസ്തവമായി പെന്തിക്കോസുകാർ, അത് നമ്മളുമായി ബന്ധപ്പെട്ട നമ്മളുടെ ഇടയിലുള്ള സഹോദരന്മാർ പോലും എനിക്ക് അയച്ചു തരുമ്പോൾ ചിരിക്കണോ കരയണോ എന്നൊന്നും എനിക്കറിയില്ല. അവിടെ വന്നവരാരും ശരിയായ സുവിശേഷം പറഞ്ഞില്ല, അല്ലെങ്കിൽ ശരിയായ വചനത്തിൻ്റെ വാതിലുകൾ തുറന്നില്ല, വെളിപ്പാടുകളിലേക്ക് വന്നില്ല, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സങ്കടപ്പെടുകയല്ലാതെ വേറെ എന്ത് ചെയ്യുക? അതിന് പകരമുള്ളൊരു ഓപ്ഷനല്ല ഇത്. അതിന് പകരമുള്ളൊരു ഓപ്ഷനാണോ ഇത്? കേട്ടോ, അദ്ദേഹം ഇത്രയെങ്കിലും പറഞ്ഞില്ലേ എന്ന്. അങ്ങനെ ഇത്രയെങ്കിലും പറയുന്നത് കേൾക്കാനിരിക്കുന്നവരാണോ നമ്മൾ? നമ്മൾ ക്രിസ്തുവിനെ രുചിച്ചവരല്ലേ? ക്രിസ്തുവിൻ്റെ മരണം അംഗീകരിച്ചവരല്ലേ നമ്മൾ? അല്ലേ? ക്രിസ്തുവിൻ്റെ മരണം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാനൊരു പാപിയാണെന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ മരണം ഒരു വ്യക്തി അംഗീകരിച്ചാൽ അതിൻ്റെ അർത്ഥം യെസ്, ഞാനൊരു പാപിയാണ്, എനിക്ക് പകരമായി ക്രിസ്തു മരിച്ചു. അതാണ് അതിൻ്റെ ഉത്തരം. ആ കാര്യം അംഗീകരിക്കാത്തിടത്തോളം കാലം ആ സഹോദരൻ്റെ വാക്കുകളൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോവില്ല. ഈ കാര്യം ഞാൻ ഇന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇടയ്ക്കൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ ചില പിക്ചറുകളും അല്ലെങ്കിൽ ചില വീഡിയോസും ഒക്കെ നമ്മളുടെ ഫേസ്ബുക്ക് ചാനലിലൊക്കെ ഇടാറുണ്ട്. ഈ പ്രിയപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശബരിമലയ്ക്ക് പോയി, അദ്ദേഹം അവിടെ തൊഴുത് സായുജ്യമടഞ്ഞ് നിൽക്കുന്ന ആ നിൽപ്പൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ നമ്മുടെ വിശ്വാസികളായ ആളുകൾ, അതായത് നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നവരല്ല, പുറമേയുള്ള ബൃഹത് പെന്തിക്കോസ് ലോകം അത് വളരെ വിശാലമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ബൃഹത്ത് എന്ന് പറഞ്ഞത്. ബൃഹത് പെന്തിക്കോസ് ലോകം അതൊക്കെ കാണുമ്പോൾ കോപിക്കും. നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തോട് എന്തെങ്കിലും കോപമുണ്ടോ, അനിഷ്ടമുണ്ടോ? അദ്ദേഹം അത്രയെങ്കിലും പറഞ്ഞില്ലേ? അദ്ദേഹം ദൈവരാജ്യത്തോട് അടുത്ത് നിൽക്കുകയല്ലേ എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. സഹോദരങ്ങളെ, എനിക്ക് പ്രതിപക്ഷ നേതാവിനോട് യാതൊരു വിയോജിപ്പുള്ള ആളല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ പ്രതിപക്ഷ നേതാവിനൊരു യൂട്യൂബ് ചാനലുണ്ട്. അതായത് VDS എന്നും പറഞ്ഞാണ് ഈ യൂട്യൂബ് ചാനലുള്ളത്. അതിൽ അദ്ദേഹം വയ്ക്കുന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഇൻ്റർവ്യൂ. അതിന് പറയുന്നത് ഡയലോഗ് എന്നാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അത് മിക്കവാറും ഞാൻ കാണും. നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ അത്തരം പ്രോഗ്രാമുകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നയാളാണ്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. പൊളിറ്റിക്കലി എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്, വലിയ താല്പര്യമാണ്. പല പൊളിറ്റീഷ്യന്മാരോടും എനിക്ക് താല്പര്യമില്ല, എന്നാൽ അദ്ദേഹത്തോട് എനിക്ക് താല്പര്യമാണ്. അദ്ദേഹം ബൈബിൾ സംബന്ധമായ, സുവിശേഷ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ അശേഷം കേൾക്കില്ല. ശ്രദ്ധിക്കണം, അദ്ദേഹം ബൈബിൾ സംബന്ധമായ, സുവിശേഷ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ അശേഷം കേൾക്കില്ല, ശ്രദ്ധിക്കില്ല. അത് ആളുകൾ അയച്ചു തന്നാൽ മൈൻഡ് പോലും ചെയ്യില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, മറ്റ് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, ഇറാൻ ഇറാഖ് യുദ്ധം, ഇതൊക്കെ അദ്ദേഹം പറയും. അതൊക്കെ ഞാൻ സാഗൂതം കേൾക്കും, അതൊക്കെ എനിക്ക് താല്പര്യമാണ്. പക്ഷേ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ കൃപ പ്രാപിച്ച ധാരാളം അഭിഷിക്തന്മാരുണ്ട് നമുക്ക്, നല്ല രീതിയിൽ ദൈവവചനം പറയുന്നത്. ബഹുഭൂരിപക്ഷം ട്രാക്കിൽ നിന്ന് പോയെന്നോർത്ത് ഇന്നും ഒരു ന്യൂനപക്ഷമുണ്ട്, ശക്തമായി ദൈവവചനം പറയുന്നവർ, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവർ, ഉപദേശത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ശക്തമായി വാദിക്കുന്നവരും അതിനുവേണ്ടി നിലകൊള്ളുന്നവരുമായവർ. അങ്ങനെയുള്ളവർ ആരുമില്ലെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കേൾക്കാം.
എനിക്ക് മലയാളക്കരയിൽ മലയാള ഭാഷയിൽ സുവിശേഷ സത്യങ്ങളും വചന സത്യങ്ങളും പറയുന്നത് കേൾക്കാനായിട്ട് ഒരു സാധ്യതയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ കേൾക്കേണ്ടി വരും. അപ്പോൾ അത് സാധ്യതയൊക്കെ ഇവിടെ ഉള്ള സ്ഥിതിക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തോട് നേരിട്ട് നമ്മൾ പറയാണ്, അങ്ങ് പറഞ്ഞ ഈ ബൈബിളിലെ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി വന്നതാണ്. അതേ ബൈബിൾ തന്നെ പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അങ്ങും ആ എല്ലാവരിലും പെടും. അങ്ങും ഒരു പാപിയാണ്. അങ്ങയുടെ മരണശേഷം നിശ്ചയമായും അങ്ങ് വെള്ളസിംഹാസനത്തിന് മുമ്പാകെ പോകേണ്ടി വരും. പിന്നീട് എത്തിപ്പെടുന്ന സ്ഥലം ദുരന്തപൂർണമായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് പറയും? അദ്ദേഹം ചിരിക്കും. സഹോദരങ്ങളെ, ഒരു ഹൈന്ദവനോ ഒരു മുസൽമാനോ ഒരു നിരീശ്വരവാദിയോ ഈ സുവിശേഷ സംബന്ധമായ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കും. പക്ഷേ ഇദ്ദേഹം പറഞ്ഞാൽ, ഇദ്ദേഹത്തെ പോലെയുള്ള ആരും പറഞ്ഞാൽ ശ്രദ്ധിക്കില്ലാത്തതിൻ്റെ കാരണം എന്താ? അവർ പൊളിറ്റീഷ്യൻസ് ആണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ഫാൻസ് അസോസിയേഷനിൽപ്പെട്ട ആളുകളിവിടെ ഉണ്ടെങ്കിൽ എന്നോട് കോപിക്കരുത്. ഇന്നൊരു ദിവസത്തേക്കും ക്ഷമിക്കണം, എന്നെ ജീവനോടെ ജീവിക്കാൻ അനുവദിക്കണം. ഞാനൊരു വാക്കൊന്ന് പറഞ്ഞു പൊക്കോട്ടെ. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞാലും ഞാൻ അതിന് വലിയ ഗൗരവം കൊടുക്കുന്ന ആളല്ല. എൻ്റെ സ്നേഹിതന്മാരായ ആളുകളൊക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ പിക്ചറും അദ്ദേഹം ബൈബിള് പോക്കി പിടിച്ച് നിൽക്കുന്നതും ഒക്കെ പറയും. ഞാനിതിനൊന്നും ഗൗരവം കൊടുക്കാറില്ല, ഞാനിതൊന്നും ഷെയർ ചെയ്യുന്ന ആളുമല്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം പൊളിറ്റീഷ്യനാണ്. പൊളിറ്റീഷ്യനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ലൊരു അവസരം കിട്ടി. ഇവിടെ ഗുജറാത്തിലെ മൊട്ടേര സ്റ്റേഡിയത്തിൽ, ഇപ്പോൾ അതിൻ്റെ പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാണ്. ഏതാണ്ട് 1 ലക്ഷം പേരാണ് ആ സ്റ്റേഡിയത്തിൽ കൂടിയത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ലാസ്റ്റ് ടൈമിൽ. അപ്പോൾ അവിടെ വന്ന് അദ്ദേഹം അമേരിക്കയിൽ നടന്ന പ്രോഗ്രാമിൻ്റെ ബാലൻസ്, ഹൗഡി മോഡിയോ അതിൻ്റെ ബാലൻസൊക്കെ എന്നുള്ള നിലയിൽ കലാപരിപാടികളൊക്കെ അവിടെ നടന്നല്ലോ. അന്ന് വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ നാമമില്ലെന്ന് മലയാളത്തിൽ പറയരുത്, ഇംഗ്ലീഷിൽ തട്ടിവിടണമായിരുന്നു. വേറെ ആരെങ്കിലും കൊണ്ട് അത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്യിപ്പിക്കണമായിരുന്നു. ചെയ്തായിരുന്നോ? ഇല്ലല്ലോ. അത് അതിനുള്ള സദസ്സല്ലെന്ന് വേണേൽ പറയും. അപ്പോൾ അമേരിക്കൻ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് സംസാരിക്കുന്ന സ്ഥലമല്ലേ? അവിടെ എന്തിനാ ബൈബിൾ പൊക്കി പിടിച്ചുകൊണ്ട് വന്നത്? അത് അതിനുള്ള സ്ഥലമായിരുന്നോ? ഇലക്ഷൻ ടൈമിൽ, ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ബൈബിളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് പറഞ്ഞത്? വോട്ട് കിട്ടാൻ വേണ്ടി, ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി. അത് എല്ലാ പൊളിറ്റീഷ്യൻസും ചെയ്യുന്നതാണെന്നേ. അങ്ങനെ ചെയ്തോട്ടെ, എനിക്ക് പരാതിയൊന്നുമില്ല. ഞാനിതൊന്നും ഷെയർ ചെയ്യില്ലെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ സാരം എന്തെന്നറിയാവോ? ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. കഴിഞ്ഞ ദിവസമൊന്നുമല്ല, ഇന്നാണെന്ന് തോന്നുന്നു. അതെ, ഇന്ന് രാവിലെ മറ്റോ കണ്ടേ. അതായത് നമ്മുടെ അഗ്നിനാവുള്ള ഉപദേശി, ആ ഉപദേശിയുടെ 50ഓ 80ഓ എത്രാമത്തെയോ ശുശ്രൂഷ ജീവിതത്തിൻ്റെ ആ ഒരു നിറവിൽ നിൽക്കുന്നു എന്ന കാരണത്താൽ അദ്ദേഹത്തെ മലയാളി പെന്തിക്കോസ്ത് സമൂഹത്തിലെ 1 or 2 ഈ മാഗസീൻസ്, ഓൺലൈൻ മാഗസീൻസ് അവർ ആദരിക്കുന്ന ചടങ്ങ്. എനിവേ, അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങിൽ പ്രധാനപ്പെട്ട അതിഥി എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങേണ്ടത് നമ്മുടെ അഗ്നിനാവുള്ള ഉപദേശി. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യപരിപാടി. അപ്പം പ്രതിപക്ഷ നേതാവ് ഒരു ഷോർട്ട് മെസ്സേജ് കൊടുത്തു. ആ ഷോർട്ട് മെസ്സേജ് കൊടുത്തിട്ട് റൈറ്റ് റവറൻഡ് ശ്രീമാൻ അദ്ദേഹത്തിന് ഒരു മൊമെൻറ്റോ കൊടുക്കുന്നു. പിന്നെ പൊന്നാടയൊക്കെ കൊടുത്തോന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അതൊക്കെ കൊടുത്ത ആദരം കൈമാറുകയാണ്. ആർക്ക് ആദരം കൈമാറുന്നു എന്ന് ചോദിച്ചാൽ, സാമാന്യം പെന്തിക്കോസുകാർ ഇപ്പോൾ കല്ലെറിയാൻ അവസരം കിട്ടി എന്നെ കല്ലെറിഞ്ഞ് ഓടിക്കും. കാരണം ഞാൻ പറയുന്നത് മഹാമണ്ടത്തരമാണെന്നാണ് ഇന്നിൻ്റെ പെന്തിക്കോസ് ചിന്തിക്കുകയുള്ളൂ. ദൈവവചനത്തിൽ എന്തെങ്കിലും ഗ്രാഹ്യമുള്ളവരുണ്ടെങ്കിൽ കേട്ടാൽ അവരും നടുങ്ങിപ്പോവും. അത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കാം. ഒരു ദൈവദാസനിൽ നിന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക. ഒരു സൈഡിൽ നിൽക്കുന്നത് ആരാ? ദൈവത്തിൻ്റെ അഭിഷിക്തനാണെന്നാണ് പറയുന്നത്. അതായത് അഭിഷേകതയിലും തലയിൽ വീണവനാണ് അഭിഷിക്തൻ എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ പറയുന്നത്. അങ്ങനെ ദീർഘവർഷം കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ച കർത്താവിൻ്റെ ഈ ഭൂമിയിലെ പ്രതിനിധിയായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ഇത്ര വർഷം തികഞ്ഞതിൻ്റെയും ആ ശുശ്രൂഷയുടെ കേമത്വം നിമിത്തമൊക്കെ അദ്ദേഹത്തിനൊരു അവാർഡ് കൊടുക്കുന്ന ആരാ? ഈ അഭിഷേകതയിലും തലയിൽ വീണെന്ന് പറയുന്ന അഭിഷിക്തന് ഈ അവാർഡും ഈ ഷീൽഡൊക്കെ കൊടുക്കുന്ന ആരാ? ഒരു തുള്ളി അഭിഷേകതയിലും തലയിൽ വീഴാത്തൊരു വ്യക്തി, തികച്ചും ലോകക്കാരനായൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ചു എന്ന് പറയുന്ന ഒരാൾ അവാർഡ് സ്വീകരിക്കുകയാണ്. എന്തിൻ്റെ അവാർഡാ? ഫിസിക്സിൽ അദ്ദേഹം
രാജ്യത്തിന് വേണ്ടി ചെയ്ത വൻകാര്യങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവിനൊരു ഒരു അവാർഡ് വേണേൽ കൊടുക്കാം. ഫിസിക്സിലാണെങ്കിൽ കെമിസ്ട്രിയിലാണെങ്കിലും കൊടുക്കാം, അതിനെന്താ കുഴപ്പം? അല്ലെങ്കിൽ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കാര്യത്തിലാണെങ്കിലും കൊടുക്കാം, വേറെ എന്തു കാര്യത്തിലും കൊടുക്കാം. കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ചു എന്ന ഒറ്റ കാരണത്താൽ തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ആ ഒരു നിറവ് നിമിത്തം അതിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുക, അത് വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ. പൂർവന്മാരായ പിതാക്കന്മാരൊക്കെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ചോദ്യം, എല്ലാ പിതാക്കന്മാരും അല്ല കേട്ടോ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടിരിക്കുക ഈ പിതാക്കന്മാരുടെ ഇടയിൽ മിടുക്കന്മാരും ഉണ്ട് ഭക്തന്മാരും ഉണ്ടെന്ന്. അതിലെ ഭക്തന്മാരാണെങ്കിൽ അവർ തലയിൽ കൈവയ്ക്കുകയും ചെയ്യും, ചിലപ്പോൾ അവർ രോക്ഷം കൊണ്ട് വല്ലതൊക്കെ പറഞ്ഞു പോകും, രോക്ഷം കൊണ്ട് വല്ലതൊക്കെ പറഞ്ഞു. ഇന്നെന്താ രോക്ഷമില്ലാത്തതെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ഇന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ഈ കാര്യം ഗ്രഹിക്കുകയൊക്കെ ചെയ്തവരുടെ എണ്ണം കുറവായതുകൊണ്ട് നാടോടുമ്പേ നടുവേ ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആർക്കും ഒന്നും തോന്നില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലായി കാണും? എനിക്ക് സംശയമാണ്. വലിയ പങ്കിനും കാര്യമായിട്ട് പിടികിട്ടാൻ സാധ്യത കുറവാണ്. ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കണം, അത് പലർക്കും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ കണ്ട ആ പിക്ചറിൽ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ ദൈവരാജ്യ പ്രവേശനത്തോടുള്ള ബന്ധത്തിൽ എത്രയോ ഗൗരവതരമായ കാര്യങ്ങളാണെന്നറിയാവോ? ഒരുവനെ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി എന്ന നിലയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട്. അത് ഞാൻ സമയമുണ്ടെങ്കിൽ ഇന്ന് പറയാം. ലേവ്യാപുസ്തകം 14-ാം അധ്യായത്തിൽ പോയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. അതുപോലെ വേറെ 1-2 അധ്യായങ്ങളും കൂടെ ഉണ്ട്, അത് പിന്നാലെ ഞാൻ പറയാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൂചന പറയുകയാണ്, അങ്ങനെ കടന്നു വന്നിട്ടുള്ള വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവർ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട ആളുകളാണ്, സാധാരണക്കാരല്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, അത് അശേഷം ഗൗരവമില്ലാത്ത കാര്യമല്ല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ ആ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിൽ പ്രതിപക്ഷ നേതാവിന് കടന്നു വരാൻ കഴിയില്ല. ഇദ്ദേഹത്തിന് ഷീൽഡ് കൊടുക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് കടന്നു വരണ്ടേ? അദ്ദേഹത്തിന് എങ്ങനെ കടന്നു വരാൻ കഴിയും? അവിടെ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ മാത്രമുള്ളൊരു സംഘമല്ലേ അത്. ശരീരം കൊണ്ട് നമ്മൾ ഈ ഭൂമിയിലാണെങ്കിലും ആത്മാവിൽ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ഉയർന്നൊരു തലത്തിലല്ലേ. അപ്പോൾ ഈ അവാർഡ് വാങ്ങാനായിട്ട് നമ്മൾ ആ ഉയർന്ന തലത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരേണ്ടി വരും. താഴെ ഇറങ്ങി വന്നിട്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങേണ്ടത്. അതിനൊക്കെ എന്താ നമ്മൾ മറുപടി പറയുക? എങ്ങനെ മറുപടി പറയുമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതാണ്, തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് വെക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് ഗ്രാഹ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം ശുശ്രൂഷയിൽ 50 വർഷമോ 80 വർഷമോ 70 വർഷമോ ഒന്നും ഇല്ല കേട്ടോ. ശ്വാസം നിലയ്ക്കുന്നത് വരെ പോരാട്ട ലോകത്താണ്. പൗലോസ് പറയുന്ന പോലെ ഞാൻ നല്ല പോർ പൊരുതി, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. അതായത് ഇനി മണിക്കൂറുകൾ പോലും ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിനു മുമ്പ് ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഞാൻ ഓട്ടം തികച്ചെന്ന് പറയാൻ കഴിയുമോ? ഓട്ടം തികച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ് പെട്ടിക്കകത്തേക്ക് കയറുക എന്നുള്ളതാണ്. വിശ്വാസം കാത്തു, നല്ല പോർ പൊരുതി എന്നൊക്കെ. ഇത് വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണോ? ഇത് വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല. ഇത് പിന്മാറ്റത്തിലേക്ക് പോയതും അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയതും തണുത്തു പോയതുമായ അന്തരീക്ഷമാണ് ഇതിലൂടെ കാണിക്കാനുള്ളത്. ക്ഷീണിച്ചു പോയതും തണുത്തു പോയതുമായ അന്തരീക്ഷം. മറ്റുള്ളവരുടെ കാര്യം എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ എക്സാമ്പിളുകൾ ചില സമയത്ത് പറയേണ്ടി വരില്ലേ? ബൈബിളിൽ തന്നെ എക്സാമ്പിളുകളില്ലേ? പലരുടെയും ജീവചരിത്രമല്ലേ ഈ പുസ്തകം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും രാജാക്കന്മാരുടെ ചരിത്രമില്ലേ? മനസാക്ഷി യുഗത്തിലെ ഭക്തന്മാരുടെ ചരിത്രമില്ലേ? പോരാത്തതിന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അപ്പോസ്തലന്മാരുടെ ജീവിതം നമുക്ക് കാണാൻ കഴിയും. അവരുടെ ശുശ്രൂഷയിലൂടെ ദൈവരാജ്യത്തിലേക്ക് വന്നവർ പലതരക്കാരുണ്ടായിരുന്നല്ലോ. അതിൽ പലതരക്കാരെയും നമുക്ക് കാണാൻ കഴിയും. അതിലൊരു പ്രിയപ്പെട്ടവനാണ് ദേമാസ്. ലോകത്തെ സ്നേഹിച്ച് പൗലോസിനെ വിട്ട് പുറത്തേക്ക് പോയൊരു വ്യക്തിയാണ്. ഈ കോമ്പൗണ്ട് വിട്ട്, ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ട് വിട്ട് വെളിയിലേക്ക് പോയി. അതൊക്കെ എന്തിനാ എഴുതി വെച്ചതെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് നമ്മുടെ തലമുറയിലെയും ചില കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം എന്താ? ഹൃദയദൃഷ്ടി വേണ്ട വിധത്തിൽ പ്രകാശിക്കുന്നില്ല. ഹൃദയദൃഷ്ടി പ്രകാശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യം വരില്ലേ? അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച പൂർവന്മാർ മലയാളക്കരയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടുള്ളവനാ ഞാൻ. അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. സത്യവിശ്വാസത്തിന് വേണ്ടി ധീരമായി അവസാന ശ്വാസം വരെ പോരാടി നിന്നവർ. ഒരാദരവും ഏറ്റുവാങ്ങാൻ പോകാതെ. ഇത് പറയുമ്പോൾ വേറൊരു രസകരമായ കാര്യവും, കഴിഞ്ഞ ആഴ്ച
ഞാൻ കാണുകയുണ്ടായി. അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. നമ്മുടെ ഒരു സഹോദരനാണ് എനിക്ക് ആ വീഡിയോ അയച്ചു തന്നത്. അതായത് നമ്മുടെ കോട്ടയത്തുള്ള ബഹുമാനപ്പെട്ട അച്ചായൻ, പ്രിയങ്കരനായ തങ്കുച്ചായൻ, നോർത്ത് ഇന്ത്യയിൽ, അതായത് ജാർഖണ്ഡിലോ ഛത്തീസ്ഗഡിലോ ആ ഭാഗത്ത് എവിടെയോ ഒരു അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രോഗ്രാമുമായിട്ട് പോയതോ മറ്റോ ആണ്. അദ്ദേഹം പ്രസംഗിക്കുന്ന വേദിയിലേക്ക് എത്തുന്നതിന് മുൻപ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മുൻപോട്ട് മന്ദമന്ദമായി നടക്കുമ്പോൾ പൂക്കൾ കൊണ്ട് പുഷ്പവൃഷ്ടി, അതാണ് യെസ്, ജനമിങ്ങനെ പുഷ്പവൃഷ്ടി നടത്തുകയാണ്. പുഷ്പവൃഷ്ടി, തല മുഴുവനും കറുത്ത തലമുടിയൊക്കെ മഞ്ഞ നിറത്തിലായിപ്പോയി, കാരണം പൂക്കൾ കൊണ്ട് മൂടിപ്പോയി. അങ്ങനെ പുഷ്പവൃഷ്ടിയാൽ അങ്ങനെ കൊണ്ടുപോയി അവസാന സ്റ്റേജിനടുത്തെത്തുമ്പോഴത്തേക്കും പിന്നെ പൂമാലകൾ കൊണ്ട് അങ്ങ് നിറയ്ക്കുകയാണ് ആളുകൾ, പൂമാലകൾ കൊണ്ട്. ഇപ്പം എന്തിനു പറയുന്നു, അത് ലോകക്കാരായ ജാതികളായ മനുഷ്യരൊക്കെ എടുത്തിട്ട് ഓൺലൈൻ സംവിധാനത്തിലൂടെയും എല്ലാ സ്ഥലത്തും ആളുകളിട്ട് അമ്മാനവാടി കളിച്ചുകൊണ്ടിരിക്കുക. എനിവേ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും അതാ നാട്ടിലൊരു കഷ്ടമാണ്, ആ കഷ്ടത്തോട് അവർ ബന്ധപ്പെട്ട് അങ്ങ് സഹകരിച്ചു പോയതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് ലുസ്രയിലെ ഒരു കഷ്ടമാണ്. അവിടെ ഏതെങ്കിലും പെന്തിക്കോസ് പാസ്റ്റർമാർ വന്നു കഴിഞ്ഞാൽ പൂമാലയിട്ട് സ്വീകരിക്കുക, അവർക്ക് ഇന്ദ്രനും ചന്ദ്രനും എന്നൊക്കെ പേരിട്ട് കൊടുക്കുക എന്നുള്ള ആ നാട്ടിലൊരു കഷ്ടമാണ്. പൗലോസ് എന്ന് പറയുന്ന പെന്തിക്കോസുകാരൻ അത് റിജക്റ്റ് ചെയ്തു. മര്യാദയാണോ? അത് റിജക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ വലിയവായിലെ ആത്മീയമൊന്നും പറയേണ്ട കാര്യമില്ല. അയ്യോ ഞങ്ങളെ ഒന്നും ഇങ്ങനെ ആദരിക്കരുത്, ഞങ്ങൾ എളിമയും താഴ്മയുള്ളവരാണ്, നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തെ ആദരിക്കൂ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആ പൂമാല ഏറ്റുവാങ്ങി അവരുടെ ഹൃദയം വ്രണപ്പെടാതെ, അവരുടെ ഹൃദയവും അവരുടെ സംസ്കാരവും വ്രണപ്പെടാതെ പൂമാലയൊക്കെ ഏറ്റുവാങ്ങി അവരൊക്കെ ആയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചൊരു ചായയൊക്കെ കുടിച്ച് പിരിയേണ്ടവനാണ്. പക്ഷെ പൗലോസ് അങ്ങനെയല്ല ചെയ്തത്. പൗലോസ് അത് റിജക്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് വേറെ രീതിയിലല്ലേ. ഇത് പ്രസംഗിക്കുന്ന ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ ക്യാമനേക്കാളൊക്കെ വലിയ ഹേമന്മാരായ ആളുകൾ കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ചവരുണ്ട്. മലയാളക്കരയിൽ നിന്ന് വടക്കേ ഇന്ത്യയിൽ പോയി അങ്ങനെയുള്ള ദേവദാസന്മാരുടെയൊക്കെ കൂടെ ചേർന്ന് നടന്നിട്ടുണ്ട്. അവരുടെ ഒന്നും മുമ്പിൽ ഒരു മനുഷ്യൻ പൂമാല പോയിട്ടൊരു പൂ പോലും കൊണ്ടുവരില്ല അവരെ ആദരിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ നോക്കുന്ന നോട്ടത്തിൽ കൊണ്ടുവരുന്നവൻ്റെ പൂവ് അവനും ദഹിച്ചു പോവും, ആ രീതിയിൽ നോക്കിക്കളയും. അതേസമയം ദൈവവചനത്തിൻ്റെ ABCD അറിയാൻ മേലത്ത ഇവിടെയാണ് നമ്മൾ ന്യൂജൻ പെന്തിക്കോസ് എന്ന് പറയുന്നത്. വിവേകമില്ലെന്നേ, അശേഷം വിവേകമില്ല. ബൈബിള് കക്ഷത്തിൽ ഇരിപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അത് തുറന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല. അതിൽ വായിച്ചിട്ടും കാര്യമില്ല, വായിച്ചാലൊന്നും അങ്ങനെ മനസ്സിലാകണമെന്നില്ല. കൃപ പ്രാപിക്കണം. കർത്താവ് വേലയ്ക്ക് വിളിക്കണം. വേലയ്ക്ക് വിളിയില്ലാത്തവൻ ഇത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ തനിക്ക് ബോധിച്ചതുപോലെ ഇത് വളയ്ക്കും, തിരിക്കും, ഒടിക്കും. അങ്ങനെ തൻ്റെ സാമ്രാജ്യം പണിയാനായിട്ട് ഈ വചനങ്ങൾ ഉപയോഗിക്കും. അത്ര തന്നെ അതൊക്കെയാണ് സംഭവിക്കുന്നത്. സന്ദർഭവശാൽ തുടക്കത്തിൽ ഞാൻ 2 ഇൻസിഡൻറ്റ് പറഞ്ഞതാണ്. നമ്മുടെ അഗ്നിനാവുള്ള ഉദ്ദേശിക്ക് പ്രതിപക്ഷ നേതാവ് ഷീൽഡ് കൊടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് എനിക്ക് വളരെ ബഹുമാന്യനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം കേൾക്കും. അദ്ദേഹം ബൈബിൾ സംബന്ധിയായി എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. കാരണം അതിനേക്കാളൊക്കെ സീരിയസ് ആയിട്ട് കൊച്ചു പിള്ളേർ അവരൊരു ചിരട്ടയ്ക്കകത്ത് കുറച്ച് മണ്ണൊക്കെ എടുത്തു വെച്ചിട്ട് അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അങ്കിൾ കഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ ഒരു ചിരട്ട കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ ചിരട്ടയ്ക്കകത്ത് പിള്ളേർ ഈ കണ്ട ഇലയൊക്കെ മുറിച്ചിടും. കറി അതുപോലെ മണ്ണെടുത്ത് വെച്ചിട്ട് അപ്പമൊക്കെ ചുട്ട് കളിക്കും. അത് നമ്മളോട് കഴിക്കാൻ പറഞ്ഞാൽ നമ്മളെന്ത് പറയും? മോള് കളിച്ച് വളരാൻ പറയും. അല്ലാതെ അത് അങ്കിളിന് തിന്നാൻ പറ്റുമോ? അങ്കിൾ അതൊന്നും തിന്നില്ല. കാരണം നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. നിങ്ങളുടേതായ ലോകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അത്രയേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾക്കുള്ള വാല്യൂ എന്ന് പറയുന്നത്. അതിലപ്പുറമൊന്നുമില്ല. അദ്ദേഹം അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറെ രീതിയിൽ പറയും, മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറെ രീതിയിൽ പറയും. പക്ഷേ പൊളിറ്റിക്കലി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നമ്മളുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അത് നമ്മൾ ശ്രദ്ധിക്കും. ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയേണ്ട കാര്യമില്ല, പറഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഭൂരിപക്ഷം പെന്തിക്കോസ് ശ്രദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ കണ്ണ് തുറന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വിഷയം വരുന്നത്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്നാണ് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്. ഇതിനോടനുബന്ധിച്ച് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നൊരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞേക്കാം, എന്നിട്ട് വിഷയത്തിലേക്ക് പോകാം. അയ്യോ നമ്മുടെ സമയം നമുക്ക് കളയാനില്ല. 1-2 ഓൺലൈൻ ചാനലുകളുണ്ട്. ആ ഓൺലൈൻ ചാനലുകളിൽ ഇസ്രായേലിനെ കുറിച്ചും പിന്നെ യുദ്ധങ്ങളെക്കുറിച്ചും ഹമാസിനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും ഇത് അസിറിയ പിടിച്ചു എന്നൊക്കെ പറയുന്ന ചില ചാനലുകളുണ്ട്. അതായത് നമ്മുടെ ഈ സംഘപരിവാർ ഫാമിലിപ്പെട്ട ചാനലുകളാണ് അതൊക്കെ. അവരിപ്പോൾ ഒരു പ്രത്യേക നിലയിലാണ് ബൈബിൾ വാക്യങ്ങൾ കോട്ട് ചെയ്യുന്നു, പ്രവചനങ്ങളെ കോട്ട് ചെയ്യുന്നു. അങ്ങനെ അവരവരുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുകയാണ്.
ക്രിസ്ത്യാനികളുടെ ഉള്ളിലേക്ക് കടന്നു കയറാൻ അവർ തക്കം പാർക്കുകയാണ്. ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നവന് വലിയ ബോധമൊന്നുമില്ലല്ലോ. അവൻ കത്തോലിക്കനോ ഓർത്തഡോക്സുകാരനോ അതൊക്കെ കേട്ടിട്ട് കോരിത്തിരിക്കുകയാണ്. അതിൽ ചർച്ച നടത്തുന്ന 1-2 പേരുണ്ട്. അവരുടെ പേരൊക്കെ കോട്ട് ചെയ്തിട്ട് അവർ പറയുകയാണ്, ബ്രദർ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, നീ ഇതൊക്കെ പറഞ്ഞു തന്നപ്പോഴാണ് ഞങ്ങളിതൊക്കെ കേൾക്കുന്നത്. അപ്പം നിൻ്റെ പള്ളിയിലച്ഛൻ എന്നാ പണി? നിൻ്റെ മെത്രാൻ എന്നാ പണി? ഈ ബൈബിളിലെ സിമ്പിളായ കാര്യങ്ങൾ അച്ഛനോ മെത്രാനോ ഒന്നും പറഞ്ഞു തരില്ലേ? അവരുടെ പണി എന്താ ബ്രദർ? അവരെയൊക്കെ വിടാം, കണ്ണ് തുറക്കാത്ത ആളുകളായിട്ട് കൂട്ടാം. പെന്തിക്കോസുകാരെന്ന് പറയുന്ന ആളുകൾ മുഴുവനും ഇപ്പം അങ്ങനത്തെ ഓൺലൈൻ ചാനലുകളുടെ ഇങ്ങനത്തെ ഡിസ്കഷൻസും ഇങ്ങനത്തെ ചർച്ചകളും ഒക്കെ എടുത്ത് നമുക്ക് അയച്ചു തരികയാണ്. ഹെർമോൻ മലയെക്കുറിച്ചും താബോർ മലയെക്കുറിച്ചൊക്കെ അവർ പറയുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ 100 വർഷം ഭരിക്കും. 100 അതെങ്ങനെയോ 1000-ൻ്റെ ഒരു 0 വിട്ടുപോയി. 100 വർഷം ഭരിക്കും. ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക. ഞാൻ വല്ല ക്യാമറ ആയതുകൊണ്ടല്ല കേട്ടോ, അങ്ങനെ ചിന്തിച്ചേക്കരുത്. അങ്ങനെയുള്ള വീഡിയോ ഒക്കെയാണ് നമ്മുടെ സഹോദരങ്ങൾ, ഇവിടെ വന്ന് പ്രസംഗം കേൾക്കുന്ന സഹോദരങ്ങൾ പോലും അയച്ചു തരുന്നത്. അതുപോലെ വേറെ ചില ചാനലുകളുണ്ട്, തികച്ചും ഗോസിപ്പുമായിട്ടിരിക്കുന്നവർ. യാതൊരു ആത്മീയ വർധനവും ഉണ്ടാകാത്ത കാര്യങ്ങൾ, ഏതെങ്കിലും പാസ്റ്റർ തെക്കോട്ട് പോയി, പള്ളിയിലച്ഛൻ കിഴക്കോട്ട് പോയി, അല്ലെങ്കിൽ ഒരു അച്ഛൻ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ചാനലുകളുണ്ട്. അതൊക്കെ എടുത്ത് എൻ്റെ കർത്താവ്, ഒരു ശുശ്രൂഷകനായി എനിക്കൊക്കെ ആളുകൾ അയച്ചു തരുമ്പോൾ എന്താ ഈ മനുഷ്യരുടെ സ്റ്റാൻഡേർഡ് എന്ന് ഞാൻ ചിന്തിക്കുക. ഇവിടെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വളരെ സീരിയസ് ആയ മെസ്സേജുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഓർത്തഡോക്സിലെ മെത്രാന് നമ്മൾ കൊടുത്ത മറുപടികൾ, എണ്ണം പറഞ്ഞ മറുപടികളല്ലേ. MTH ഡോക്ടറേറ്റുള്ള മെത്രാനാണ് നമ്മൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മറുപടി കൊടുത്തത്. അക്കമിട്ട് അളന്നു തൂക്കിയാണ് മറുപടികൾ കൊടുത്തത്. ഒരു 4-5 മറുപടികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൊടുത്തു. അത് തന്നെയല്ലേ ഈ ഹമാസ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയത്ത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ആ ടോപ്പിക്കിലേക്ക് നമ്മൾ കയറിയിട്ട് എനിക്ക് തോന്നുന്നു 10-15-20 എപ്പിസോഡുകൾ നമ്മളത് ചെയ്തു. നമ്മൾ ചെയ്തു. ഇസ്രായേലുമായി ബന്ധപ്പെട്ട സമഗ്രമായൊരു പഠനം തന്നെയായിരുന്നു ആ വീഡിയോകളിലൂടെ നമ്മൾ പുറത്തെടുത്തത്. അതായത് ഇസ്രായേൽ പർവ്വതങ്ങളെക്കുറിച്ചും ശമരിയ പർവ്വതങ്ങളെക്കുറിച്ചും വാക്തത്വത്തെക്കുറിച്ചും അങ്ങനെ അനവധി കാര്യങ്ങൾ ആ വീഡിയോകളിലൂടെയൊക്കെ പുറത്തു വന്നു. അതൊന്നും കേൾക്കാൻ പലർക്കും സമയമില്ല. പകരം 2 അക്ഷരമോ 3 അക്ഷരമോ ഉള്ളൊരു ചാനൽ, ആ ചാനലിൻ്റെ വീഡിയോയിലിരുന്ന് ഹൈന്ദവരായ സഹോദരങ്ങൾ, അവരുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, വല്ല പ്രകാരത്തിൽ അവരുടെ ആ രാഷ്ട്രീയ പാർട്ടിയുമായി ഈ ക്രൈസ്തവരെ അടുപ്പിക്കണം. അതിനുവേണ്ടി അവർ ലെവൽ ബെസ്റ്റ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും പെന്തിക്കോസുകാരന് മനസ്സിലാകുന്നില്ല. മറ്റവർക്ക് മനസ്സിലാകാത്തത് പോട്ടേന്ന് വെക്കാം. പെന്തിക്കോസുകാരെന്ന് പറയുന്നവർക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ ഗോസിപ്പൊക്കെ പറയുന്ന ചാനൽ, ആ ചാനലിലേക്ക് അമ്മാമ്മമാർ വിളിക്കുകയാണ്. പാസ്റ്റർമാരുടെ ഭാര്യമാർ, പാസ്റ്റർമാരുടെ മക്കൾ, വിശ്വാസികൾ എന്ന് വേണ്ടൊക്കെ വിളിച്ചിട്ട് ഭയങ്കരമാണ്. ആ പെന്തിക്കോസ് ഇങ്ങനെയാണ്, ഈ പെന്തിക്കോസ് ഇങ്ങനെയാണ്, മറ്റവരങ്ങനെയാണ്, മറിച്ചവരിങ്ങനെയാണെന്നൊക്കെ. ഇവർക്കൊക്കെ എന്ന് സുബോധം ഉണ്ടാകുമെന്ന് ഞാൻ ഓർക്കുന്നത്. മറ്റ് വെളിയിലുള്ള നാമധേയ ക്രൈസ്തവ ലോകത്തുള്ള ആളുകൾ വിളിക്കുകയോ പറയുകയോ എന്തു വേണേലും ചെയ്യട്ടെ. പെന്തക്കോസ് ലോകത്ത് നിൽക്കുന്നു എന്ന് പറയുന്നവർക്ക് ലജ്ജ എന്ന് പറയുന്ന അശേഷമുണ്ടോ? ലജ്ജയുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്പൺ ഫോറത്തിലൊക്കെ പോയാണ് ഇതൊക്കെ സംസാരിക്കേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനത്തെ ഓപ്പൺ ഫോറങ്ങളിൽ പോയിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടത്? 2 വർഷം മുമ്പോ മറ്റോ ഞാൻ ഇതുപോലെ നമ്മുടെ ഇടയിൽ പറഞ്ഞിരുന്നു. അന്ന് ചില പ്രായമുള്ളവർ എനിക്കിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ചാനലുകളിൽ ഇതെടുത്ത് അയച്ചു തരും. പാസ്റ്റർ എങ്ങാനും കണ്ടില്ലെങ്കിൽ കണ്ട് കോരിത്തരിക്കട്ടെ എന്ന് ഓർത്താ. എനിക്ക് നേരിട്ട് അവരുടെ പ്രായവും കാര്യങ്ങളൊക്കെ വെച്ച് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ഈ മെസ്സേജിലൂടെ തന്നെ അവരെ അറിയിച്ചു, ഇനി മേലാൽ എനിക്ക് അയച്ചു പോകരുതെന്ന്. അതുപോലെ തന്നെ ഒരു ലേഡിയുണ്ട്, ആ ലേഡി പെന്തിക്കോസുകാരി മറ്റാണെന്ന് തോന്നുന്നു. അവർ വലിയ ഉപദേശ വിഷയമൊക്കെയാണ് പറയുന്നത്. അവരുടെ പേര് കൂട്ടിയിട്ടുള്ള ഒരു ചാനലാണ്. അതൊക്കെ എടുത്തിട്ട് ആളുകൾ നമുക്ക് അയച്ചു തരുന്ന എന്തിനാ? ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അവർ ബൈബിൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ സഹോദരിയുടെ ചാനലാണ് കാണുന്നതെന്ന്. ആ സഹോദരിയുടെ ടോക്സ്, ആ സഹോദരത്തിന് ടോക്ക് ചെയ്യും. ആ പുള്ളിക്കാരിയുടെ ടോക്ക്, എന്ത് ടോക്ക്? അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ABCD അറിയാവോ? ദൈവരാജ്യ സംബന്ധിയായ എന്ത് കാര്യം അറിഞ്ഞിട്ട്? ജനറലായിട്ട് കുറേ കാര്യങ്ങൾ അറിയാം. അങ്ങനെ ജനറലായിട്ടുള്ള എന്തെങ്കിലും കാര്യം കേട്ടിട്ട് അയക്കേണ്ടവരാണോ നമ്മുടെ ഇടയിലുള്ള ആളുകൾ? അവർ ചുമ്മാ LKGക്ക് താഴെയുള്ള പ്രീ നഴ്സറി കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രീ നഴ്സറി കാര്യങ്ങൾ, ആ പ്രീ നഴ്സറി കാര്യങ്ങളൊക്കെയാണോ നമ്മൾ ബന്ധപ്പെടേണ്ടത്? അത് ആത്മീയത്തിൽ അങ്ങനെ നിൽക്കുന്ന ആളുകൾ കൈകാര്യം ചെയ്തോട്ടെ. നമ്മുടെ സഹോദരങ്ങളൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ചാനലുകൾ പോലും കേൾക്കേണ്ട കാര്യമില്ല. അതൊക്കെ എൻ്റെ അടുത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ തട്ടിമാറ്റി കളയുള്ളൂ. നമുക്ക് എത്രയോ
അഭിഷിക്തന്മാരുണ്ട്, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരുണ്ട്. ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ പാകത്തിന് പ്രാപ്തിയുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്, ഇല്ലേ? നമ്മുടെ ഇടയിലുണ്ട്. കർത്താവിൻ്റെ ദാസന്മാരെന്ന് ഞാൻ പറയുമ്പോൾ ദൈവജനത്തിൻ്റെ നടുവിലും നല്ല ബോധ്യങ്ങളും നല്ല വചനനിശ്ചയമുള്ളവരും സാക്ഷ്യമുള്ളവരുമായ ധാരാളം പേരുണ്ടല്ലോ. അങ്ങനെയുള്ളവരൊക്കെ സംസാരിച്ചിട്ടുള്ള സംസാരങ്ങളുണ്ട്, അവരുടെ ടോക്കുകളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും വിലപ്പെട്ട സമയം അതിനുവേണ്ടി നിങ്ങൾ ചെലവഴിക്കുക. ഇതൊരു ബുദ്ധിപദേശമായിട്ട് നിങ്ങൾ പരിഗണിക്കണമെന്ന് എനിക്ക് താഴ്മയോടൊരു അപേക്ഷയുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ വെറും നേരം പോക്കുകാരായിട്ട് അവസാനിച്ചു പോകും. അതിനിടവരരുത്. നമ്മൾ സീരിയസ് ആയിരിക്കണം, ഗൗരവമായിരിക്കണം എല്ലാ കാര്യങ്ങളിലും. ആ തലയെടുപ്പിലും ഗൗരവത്തിലും നമുക്ക് മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഈ മെസ്സേജും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവരൊരിക്കലും വെളിയിലേക്ക് പോയി വെളിയിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നവരല്ല. അങ്ങനെ കടന്നു വന്നവരുടെ ഹൃദയദൃഷ്ടി ഇനിയും പ്രകാശിക്കണം. പ്രകാശിച്ച് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകളിലും ബോധ്യങ്ങളിലേക്കും വരണം. അവിടെ കടന്നു വന്ന ആളുകളോടുള്ള ബന്ധത്തിൽ അവരൊരിക്കലും ഇണയല്ല പിണകൾ കൂടരുത്. എൻ്റെ മനസ്സിൽ അതാണ് ഇരുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പ്രതിപക്ഷ നേതാവിൽ നിന്ന് അഗ്നിനാവുള്ള ഉദ്ദേശി ഷീൽഡ് വാങ്ങിയത്. പിന്നെ മറ്റേ പുള്ളി പൂമാലയുടെ പുറകെ, മറ്റേ പുള്ളിയൊന്നും നമ്മൾ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു പുതിയ നിയമസഭയുടെ ശുശ്രൂഷകനുമല്ല, ഒരു പെന്തിക്കോസ് പാസ്റ്ററും അല്ല. ഏത് നോർത്ത് ഇന്ത്യയിൽ പോയി പൂമാല മേടിച്ചതും പൂവേറ് മേടിച്ച പുള്ളി ഉണ്ടല്ലോ, കോട്ടയംകാരൻ. അയാളെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യം പോലും നമുക്കില്ല. മറ്റേയാൾ അങ്ങനെയല്ല. മറ്റേയാൾ തികച്ചും വ്യത്യസ്തനാണല്ലോ. മറ്റേയാൾ വളരെ കാലങ്ങളായി പെന്തക്കോസ്ത് സമൂഹത്തിൽ കർത്താവിൻ്റെ വേലയിൽ നമുക്കൊക്കെ മുമ്പ് വന്നയാളാണ്. അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ. കാരണം എപ്പോഴും സീനിയോറിറ്റി തന്നെയാണ്. റെസ്പെക്റ്റ് ചെയ്യേണ്ടവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അവരെ കാണിക്കുന്ന കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് ദോഷമായതുകൊണ്ടാണ് ബഹുമാനം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത്. സഹോദരങ്ങൾ അത് മനസ്സിലാക്കണം. അപ്പോൾ ഇണയല്ലാപ്പിണകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അപകടമാണ്. ഈ കോട്ടയത്ത് നടന്ന ആ ഒരു സംഭവത്തോടുള്ള ബന്ധത്തിലാണ് നമ്മളുടെ മെസ്സേജിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരാമർശിച്ചത്. അതിനോടുള്ള ബന്ധത്തിലാണ് ചോദ്യങ്ങൾ വന്നത്. ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അതിൽ നിന്ന് വീണ്ടും ഉപചോദ്യങ്ങൾ വന്നു. അത് പറഞ്ഞങ്ങ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് നമുക്കും തന്നെ ഒരു ചിന്ത വന്നതുകൊണ്ടാണ് വചനത്തിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ട് വന്നത്. വിശുദ്ധന്മാർക്ക് എപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കുക. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചില മുന്നറിയിപ്പുകളും ചില സൂചനകളും ഒക്കെ എല്ലായ്പ്പോഴും ദൈവം തൻ്റെ അഭിഷിക്തന്മാരിലൂടെ കൂട്ടു സഹോദരങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു പഴയ സംഭവം ഓർമ്മ വരുന്നു. അത് 2 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായത്തിലെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ആ കാര്യങ്ങളും കൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. അത് പറഞ്ഞ് മുൻപോട്ട് വരണമെന്ന്. അതായത് ഈ കോട്ടയത്തൊക്കെ നടന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ മെസ്സേജിൽ അതൊക്കെ പറഞ്ഞപ്പോൾ പലരും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തു. അതിനോടുള്ള ബന്ധത്തിലാണ് ആളുകൾ ചോദിച്ചത്, നിങ്ങൾ ചെങ്കടൽ പിളർത്തിയിട്ടുണ്ടോ, നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടോ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി വർത്തമാനം പലരും പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ മറുപടികൾ എന്നോണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് വലിയ പങ്കാളുകളും അവർ ഒരേ താളത്തിലാണ് കാര്യങ്ങളെ പറയുന്നത്. അവിടെ തടിച്ചുകൂടിയ ജനവും അവിടെ സ്റ്റേജിലുണ്ടായിരുന്ന ശുശ്രൂഷകരെല്ലാം ഒരു ഉദ്ദേശത്തിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ശരിയായിരിക്കും. അവരെല്ലാം ഒരു ഉദ്ദേശത്തിന് വേണ്ടി നിൽക്കുന്നു. അവർ നിൽക്കുന്ന ഉദ്ദേശത്തിന് വേണ്ടിയല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഉദ്ദേശവും നമ്മുടെ ലക്ഷ്യവും വേറെയാണ്. നമ്മുടെ ഉദ്ദേശം എന്താ? ദൈവരാജ്യത്തിൽ കടന്നു വന്ന നമ്മൾ പൗലോസ് പറയുന്നത് പോലെ വല്ല പ്രകാരത്തിലും പിടിക്കാമോ എന്ന് വെച്ച് പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുകയാണ്. അപ്പോൾ ആ ഓട്ടത്തിന് അഭിഷേകം വേണ്ടെന്നാണ് ഈ കൂട്ടർ ചോദിക്കുന്നത്. അങ്ങനെ ഓടുന്നതിനൊരു അഭിഷേകം വേണ്ടേന്ന്. അതിന് നമ്മൾ ഉത്തരം കണ്ടെത്തി. അഭിഷേകം എന്ന് പറയുന്നത് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കിട്ടുന്നൊരു അഭിഷേകമല്ല. തലയോട് ചേർന്നിരുന്നാൽ തലയിൽ നിന്ന് അഥവാ ശിരസിൽ നിന്ന് താടിയിലൂടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലേക്കാണ് അഥവാ ശരീരത്തിലേക്കാണ് അഭിഷേകം പകരുന്നത്. അഭിഷേകം ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പോൾ സഭയാം ശരീരത്തിൻ്റെ ഭാഗമായ നമ്മൾ അങ്ങനെ തന്നെ വചനത്തിൽ ഉറച്ചു നിന്നാൽ ആ അഭിഷേകത്തിൽ നമുക്ക് ചലിക്കാൻ കഴിയും. അതിന് വെളിയിലുള്ള അഭിഷേകങ്ങളൊക്കെ വേറെ സ്പിരിറ്റുകൾ കൊണ്ടുവരുന്നതാണ്. വേറെ സ്പിരിറ്റുകൾ. ആ സ്പിരിറ്റുകളാണ് തീയും പുകയൊക്കെ ഇടുന്നത്. തീയും പുകയല്ലല്ലോ, ആ ലൈറ്റിട്ട് മിന്നിക്കും. പിന്നെ പല കളറിലുള്ള പുകയൊക്കെ ഇട്ട് ഈ പുകയ്ക്കും. അതൊക്കെ കാണുമ്പോൾ സാധാരണ പെന്തക്കോസ്തുകാർ വിചാരിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, ഇച്ചിരി പുകയല്ലേ, ഇച്ചിരി തീയല്ലേ, കത്തട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. അഹ്റോൻ്റെ മൂത്ത പുത്രന്മാരെ 2 പേരെ ഓർത്തോണം. നാദാബിനെയും അബീഹൂവിനെയും ഓർത്തോണം. ദൈവസന്നിധിയിൽ അന്യാഗ്നി കൊണ്ടുവന്ന ബിരുദന്മാരാണ് അവർ 2 പേരും. അവർ ദൈവസന്നിധിയിൽ പട്ടുപോയി.
അവരെ ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം നമ്മൾ, വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ചില സമയത്ത് അബദ്ധങ്ങൾ സംഭവിക്കുന്നത് സീനിയർ ശുശ്രൂഷകന്മാരിലൂടെയായിരിക്കും. അതായത് വളരെ സീനിയറായൊരു ശുശ്രൂഷകനാണ് ദാവീദ്. ദാവീദിനെ നമുക്ക് അങ്ങനെ കൂട്ടിയേക്കാം. ദാവീദ് വളരെ സീനിയറാണ്. അതേസമയം ഉസ ഒരു ജൂനിയറായിട്ടും കൂട്ടിക്കോ. ദാവീദ് വന്ന് പറയുകയാണ്, ആരെവിടെ പെട്ടകം കൊടുത്ത് കാളവണ്ടിയുടെ പുറത്ത് കയറ്റി വയ്ക്കാൻ. കേട്ട വഴി കേൾക്കാത്ത വഴി അമ്മീനാഥാവും മക്കളും ഒക്കെ കൂടി പെട്ടകം കൊടുത്ത് കാളവണ്ടി പുറത്ത് കയറ്റി വെച്ചു. അങ്ങനെ ഉസ കാളവണ്ടി തെളിച്ച് മുൻപോട്ട് പോകുമ്പോൾ കാള വരണ്ടു. കാള വരേണ്ട സമയത്ത് പെട്ടകം സ്വാഭാവികമായിട്ട് ഒന്ന് വീഴാൻ തുടങ്ങുമല്ലോ. അതൊന്ന് പിടച്ച് കാളവണ്ടിയിൽ നിന്ന് താഴെ വീഴാനായിട്ടുള്ള ഒരു സാഹചര്യം വരാം. അതുകൊണ്ട് വളരെ സീരിയസ് ആയ കാര്യമാണെന്ന് ഉസയ്ക്ക് അറിയാം. ഉസ ചാടിക്കയറി പിടിച്ചു. ഉസയ്ക്ക് എന്താ സംഭവിച്ചത്? ഉസയുടെ പ്രാണൻ പോയി. ദാവീദിന് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ദാവീദ് പൊടിയും തട്ടി, ദാവീദിൻ്റെ പാട്ടിനും പോയി. അമ്മീനാഥാവിൻ്റെ വീട്ടിൽ ഒന്നാന്തരം ഒരു ശവടക്കം നടന്നു. അതാണ് നമ്മുടെ ചുറ്റും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇവർ ഷീൽഡും പൊന്നാടിയൊക്കെ മേടിക്കും. അത് കണ്ട് ജൂനിയർ ശുശ്രൂഷകന്മാരും മറ്റു വിശ്വാസികളും ഒക്കെ കുഴഞ്ഞങ്ങ് പോകും. അതായത് കെട്ടഴിഞ്ഞവരായി പോവുകയാണ്. പല കാഴ്ചകളും കണ്ടും കേട്ടും വിശ്വാസികൾ കെട്ടഴിഞ്ഞു പോകുന്ന ഒരു അനുഭവങ്ങളുണ്ട്. കെട്ടഴിഞ്ഞു പോകുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആസയുടെ മകനായ യഹോശഫാത്തിനെയാണ് നമ്മൾ കാണുന്നത്. ആസയെ സംബന്ധിച്ച് പറഞ്ഞാൽ അത്ര നല്ല ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ആസയുടെ മകനായ യഹോശഫാത്ത് ഭക്തനായിരുന്നു. യഹോശഫാത്ത് ദാവീദിൻ്റെ വഴിയിൽ നടന്നവനാണ്. യഹോശഫാത്തിനെ കുറിച്ച് നമ്മൾ കാണുന്നത്, യഹോശഫാത്തിന് ധനവും മാനവും ഒക്കെ വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടിയെന്നാണ് പറയുന്നത്. നമ്മൾ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, പെന്തിക്കോസ്തും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തും എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നും പറയുന്നത്. അതിനുവേണ്ടിയാണ് ഈ പഴയ നിയമ ഭാഗത്തെ എടുത്ത് നിങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ആഹാബിനോട് സംബന്ധം കൂടാൻ പാടില്ലാത്തൊരു സംബന്ധം. ആഹാബ് പൂർണ്ണമായും ട്രാക്കിൽ നിന്ന് പോയവനാണ്. ഇസ്രായേലിലെ രാജാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംബന്ധം സോർ സീദോനിലെ രാജാവും അദ്ദേഹത്തിൻ്റെ മകളും ഒക്കെ ആയിട്ടാണ്. അങ്ങനെ ആ മകളെ വേളി കഴിച്ച് അങ്ങനെ സ്ത്രീധനമായി കിട്ടിയത് ബാലിനെ അശേരയാണ്. അങ്ങനെ ബാലിനെയും അശേരയും ഇസ്രായേൽ കൊണ്ടുവന്ന് ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലേക്കും തോന്നിവാസത്തിലേക്കും നടത്തിയ മഹാനാണ് ആഹാബ് എന്ന് പറയുന്ന കേമൻ. ആ കേമനുമായിട്ട് ദാവീദിൻ്റെ കൊച്ചുമകനായ യഹോശഫാത്ത് സംബന്ധം കൂടി. അദ്ദേഹം ദാവീദിൻ്റെ വഴി നടക്കുന്നവനാ. പക്ഷേ അദ്ദേഹം ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ടവനല്ലേ ആഹാബ്, അപ്പോൾ സംബന്ധം കൂടുന്നതിൽ തെറ്റില്ല എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ അത് സ്വർഗത്തിലെ ദൈവത്തിന് അനിഷ്ടമാണെന്നുള്ളത് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. എന്നിട്ട് നമ്മളതിൻ്റെ താഴേക്ക് വായിക്കുന്നത് ഈ 18-ാം അധ്യായത്തിൻ്റെ തന്നെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അത് മുഴുവൻ വായിക്കുകയല്ല. അങ്ങനെ ആഹാബ് അവനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനത്തിനും വേണ്ടി വളരെ ആടുകളെയും കാളകളെയും അറുത്ത് ഒരു ബലി അർപ്പിച്ചതായിരിക്കാം. അറുത്തു. അത് കഴിഞ്ഞിട്ട് എന്താ കാണുന്നത്? ഗിലെയാദിലെ റമോത്തിലേക്ക് തന്നോടുകൂടെ ചെല്ലേണ്ടതിന് യഹോശഫാത്തിനെ വശീകരിച്ചു. കണ്ടോ? ആ 2-ാം വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് പറയുന്നത്, യഹോശഫാത്ത് എന്ന് പറയുന്ന യഹൂദ രാജാവായ ദൈവത്തിൻ്റെ ഭക്തനായ യഹൂദ രാജാവായ ദാവീദിൻ്റെ കൊച്ചുമകനായ യഹോശഫാത്തിനെ ഈ വഴിതെറ്റിപ്പോയ ആഹാബ് വശീകരിച്ചു. അപ്പോൾ വശീകരിക്കാൻ പറ്റും. വശീകരിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ചിലരുടെയൊക്കെ തോളത്ത് കൈയിട്ടുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് പാട്ടും ഡാൻസും നൃത്തമൊക്കെ നടത്തുന്നത് അല്ലേ? അങ്ങനെയൊക്കെ ഡാൻസും പരിപാടിയൊക്കെ നടത്തും. കോട്ടയത്തൊക്കെ അതാണ് നടന്നത്. എനിവേ, അപ്പോൾ അങ്ങനെ വശീകരിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവായ യഹോശഫാത്തിനോട്, നീ എന്നോട് കൂടെ ഗിലെയാദിലെ റമോത്തിലേക്ക് പോരുമോ എന്ന് ചോദിച്ചു. ആഹാബ് യഹോശഫാത്തിനോട് ചോദിക്കുകയാണ്, നീ എന്നോട് കൂടെ ഗിലെയാദിലെ റമോത്തിലേക്ക് യുദ്ധത്തിന് പോരുമോ എന്ന്. അതിന് യഹോശഫാത്ത് പറയുന്ന വാക്കാണ്, ഞാനും നീയും എൻ്റെ ജനവും നിൻ്റെ ജനവും ഒരുപോലെയല്ലോ, ഞങ്ങൾ നിന്നോട് കൂടെ യുദ്ധത്തിന് പോരാമെന്ന് പറഞ്ഞു. അതായത് ആ 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണത്. ഞാനും നീയും എൻ്റെ ജനവും നിൻ്റെ ജനവും ഒരുപോലെയല്ലോ. എങ്ങനെയാ? ഞാനും നീയും എൻ്റെ ജനവും നിൻ്റെ ജനവും ഒരുപോലെയല്ലോ. ഒരു എക്യൂമിനിസത്തിൻ്റെ തുടക്കം ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത്. യഹോശഫാത്തിൻ്റെ ഉള്ളിൽ വലിയൊരു എക്യൂമിനിസം കടന്നു വന്നു. നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണണ്ടേ? ആഹാബിനെ പുള്ളി ശ്രേഷ്ഠരെന്ന് എണ്ണി, ഇസബേലിനെയും പുള്ളി ശ്രേഷ്ഠരെന്ന് എണ്ണി. അവരെയൊക്കെ ശ്രേഷ്ഠരെന്നങ്ങ് എണ്ണിക്കൊണ്ട്
നമുക്ക് ഒരുമിച്ച് പോയേക്കാം, നമ്മളെല്ലാം ഒന്നല്ലേ, നമ്മളെല്ലാം ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ, നമ്മളെല്ലാം ഒരു പിതാവിൻ്റെ മക്കളല്ലേ. അങ്ങനെ ഭയങ്കരമായിട്ട് പുള്ളി ഫിലോസഫിയൊക്കെ പറഞ്ഞ് കാണുമായിരിക്കും. ഫിലോസഫിയൊക്കെ കഴിഞ്ഞവർ യുദ്ധത്തിന് പോകാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ യഹോശബാത്തിനൊരു സ്വഭാവമുണ്ട്, ഇതൊക്കെ ദൈവത്തോട് ആലോചന ചോദിക്കണമെന്ന്. യഹോശബാത്ത് ഇസ്രായേൽ രാജാവിനോട് ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. യഹോശബാത്ത് ആഹാബിനോട് പറയാണ്, നമ്മളിന്ന് യുദ്ധത്തിന് പോകുമ്പോൾ യഹോവയുടെ അരുളപ്പാട് ചോദിക്കണം, അരുളപ്പാട് കേട്ടിട്ടേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ, ചുമ്മാ ചാടിക്കേറിയൊന്നും യുദ്ധത്തിന് പോകാൻ പറ്റില്ലെന്ന്. ആഹാബിനെ സംബന്ധിച്ച് ആഹാബിന് ഇതൊന്നും അത്ര സീരിയസ് അല്ല. പക്ഷേ യഹോശബാത്തിൻ്റെ പ്രാക്ടീസ് അങ്ങനെ ആയതുകൊണ്ട് ഇസ്രായേൽ രാജാവിനോട് അങ്ങനെ പറയുകയാണ്. ഉടനെ ഇസ്രായേൽ രാജാവ് 400 പ്രവാചകന്മാരെ വരുത്തി അവരോട്, ഞങ്ങൾ ഗിലെയാദിൽ റമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിന് ഈ 400 പുള്ളികൾ ഒറ്റ ശ്വാസത്തിൽ പറയാണ്, അതിനവർ പുറപ്പെടുക, ദൈവം അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ 400 പേരും എന്താ പറഞ്ഞത്? രാജാവേ, ധൈര്യമായി പൊക്കോ, യഹോവ നിന്നോട് കൂടെയുണ്ട്, നീ ഇന്ന് ജയിച്ച് വിജയശ്രീ ലാളിതനായിട്ട് മടങ്ങി വരും എന്നാണ് ഈ 400 പേരും പറഞ്ഞത്. ഒരേ ശ്വാസത്തിലെ 400 പേരും പറയുന്നത്. എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിട്ട് യഹോശബാത്ത് ഇസ്രായേൽ രാജാവിനോട് പറയാണ്, എന്നാൽ യഹോശബാത്ത്, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകനെ ഇനി ആരും ഇല്ലയോ? മിച്ചം വേറെ ആരെങ്കിലും ഉണ്ടോ? 400 പേരും പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഒരു തൃപ്തിയായില്ല. ഒരു റെസ്ലെസ് ഫീൽ ചെയ്യുന്നു, അകത്തെ ഒരു അസ്വസ്ഥത. 400 പേരെ ഒരേ സ്വരത്തിൽ ഒരേ ശ്വാസത്തിലാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അത് ദൈവത്താൽ സംഭവിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനകത്ത് വലിയൊരു ഐക്യമല്ലേ കാണുന്നത്? ഒരേ സ്വരം ഒരേ രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ അതിന് ഇസ്രായേൽ രാജാവ് യഹോശബാത്തിനോട് 7-ാം വാക്യം, അത് 7-ാം വാക്യത്തിൻ്റെ പകുതിയിലേക്ക് വരുമ്പോൾ അരുളപ്പാട് ചോദിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആഹാവ് പറയാണ്, ഒരുത്തനുണ്ട്, അവൻ എന്നെക്കുറിച്ച് ഒരിക്കലും ഗുണമല്ല, എല്ലായ്പ്പോഴും ദോഷം തന്നെ പ്രവചിക്കുന്നതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമല്ല. അവൻ ഇമ്ലിയുടെ മകനായ മീഖായാവ് എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോശബാത്ത് പറഞ്ഞു. അതായത് ഇനി മിച്ചമുള്ള ഒരുത്തൻ എന്നെക്കുറിച്ച് ദോഷമാണ് പറയുന്നത്. അതായത് എൻ്റെ സംബന്ധത്തെക്കുറിച്ച് അവൻ ദോഷം പറയും, എൻ്റെ ഇടപാടുകളെക്കുറിച്ച് അവൻ ദോഷം പറയും, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തീറ്റിപ്പോറ്റുന്ന ബാലിൻ്റെ പ്രവാചകന്മാരെക്കുറിച്ച് അവൻ നല്ലത് ഒരു വാക്ക് പോലും പറയില്ല. ഞങ്ങളുടെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന അശേരയുടെ പ്രവാചകന്മാരെക്കുറിച്ചും അവൻ എപ്പോഴും കുറ്റം പറയാനേ ഉള്ളൂ. ആക്കെടുത്തു കഴിഞ്ഞാൽ വിമർശനം മാത്രമാണ് ഈ മീഖായാവിന്. 400 പേർ ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ആ 400 പേർക്കെതിരെ പറയുന്ന മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെയാണ്. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണേണ്ടതാണ്. ഈ ബാലിൻ്റെ പ്രവാചകരും അശേരയുടെ പ്രവാചകന്മാരൊക്കെ അവരെല്ലാം ശരിക്കും അഭിഷിക്തന്മാരല്ലേ? അഭിഷിക്തന്മാർക്കെതിരെ പറയാൻ കൊള്ളാവോ എന്നാണ് ഈ ആഹാബ് കുഞ്ഞച്ചൻ ചോദിക്കുന്നത്. ഇവർക്കൊക്കെ എതിരെ പറയാൻ പാടുണ്ടോ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. 2 ദിവസം 3 ദിവസം മുമ്പ് ഞാൻ ഒരു ന്യൂസ് കണ്ടു. ആ ന്യൂസ് ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇട്ടായിരുന്നു. പാർലമെൻറ്റിൽ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞതാണ്, കേരളത്തിലെ 2 യൂണിവേഴ്സിറ്റികൾ ഫേക്കായ യൂണിവേഴ്സിറ്റികളാണ്. അതായത് കേരളത്തിലുള്ള 2 യൂണിവേഴ്സിറ്റികൾ വ്യാജ യൂണിവേഴ്സിറ്റികളാണെന്ന്. എൻ്റെ ദൈവമേ, അത് ഒന്ന് ഒരു മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്, ഒന്നൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. അതിലൊന്ന് ഒരു മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്, ഒന്ന് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന പിള്ളേരൊക്കെ വലിയ ഗഹനമായ പഠനങ്ങളൊക്കെയാണ്. അവരുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ എന്തെന്ന് ചോദിച്ചാൽ കടലമിഠായി പൊതിയാനായിട്ട്, അല്ലല്ലോ, കടല പൊതിയാനായിട്ട് കൊടുക്കാം അവരുടെ സർട്ടിഫിക്കറ്റ്. അതല്ലാതെ അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. അവരുടെ ദീർഘവർഷങ്ങൾ ആ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പഠിച്ച് സമയവും പണവും അധ്വാനവും ഒക്കെ അതിനുവേണ്ടി ചെലവഴിച്ചിട്ട് അവസാനം അറിയുന്നത് വഞ്ചനയാണെന്ന്. അത് വേറെ വല്ലതും മനുഷ്യരും ചെന്ന് പറയുകയാണെങ്കിൽ ആ പിള്ളേരും അവരുടെ വീട്ടുകാരെന്താ പറയുന്നത്? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ വിമർശിച്ചാൽ മതിയോ എന്ന് ചോദിക്കും. ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പാർലമെൻറ്റിലാണ് പറഞ്ഞത് 2 യൂണിവേഴ്സിറ്റികൾ വ്യാജ യൂണിവേഴ്സിറ്റികളാണെന്ന്. പക്ഷെ വിലപ്പെട്ട സമയങ്ങൾ പോയി. അതുപോലെ തന്നെ നമ്മുടെ പല പ്രിയപ്പെട്ടവരും നിത്യതയിൽ പല യൂണിവേഴ്സിറ്റികളും വ്യാജമായിരുന്നു എന്നുള്ളത് അറിയുന്നത് അന്നാണ്. ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ വലിയ ഗൗരവം കൊടുക്കുന്നില്ല. ഇവർക്ക് വേറൊരു പണിയില്ല. ഇവർ 24 മണിക്കൂറും ഇങ്ങനെ പെന്തിക്കോസ്റ്റും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റിന് എന്നാ കുഴപ്പം? അവരുടെ കയ്യിലും 66 പുസ്തകങ്ങളുള്ള ബൈബിളല്ലേ ഇരിക്കുന്നത്.
നല്ല വില കൂടിയ ബൈബിൾ അവരുടെ പാസ്റ്റർമാരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത്. 100 രൂപയുടെ ബൈബിളൊന്നും അല്ല. ഏതൊരുത്തിന് ഈ അടുത്തിടയ്ക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് 2000 രൂപയുടെ ബൈബിൾ അങ്ങാണ്ട പുള്ളിയുടെ കയ്യിലിരിക്കുന്നത്. 2000 അങ്ങനെ എന്തോ ഒരു സംഖ്യ, ഞാനത് മറന്നുപോയി. തിരുവനന്തപുരത്തുള്ള വിദ്വാൻ, അതായത് അഞ്ചലുകാരൻ, നമ്മുടെ ടാരു പറഞ്ഞെന്ന് വലിയ വിലയുള്ള ബൈബിളാണ് തൻ്റെ കയ്യിലിരിക്കുന്നത്. അല്ല 100-200 ഒന്നും അല്ലെന്ന്. ബൈബിൾ വിലയുള്ളതായിട്ട് കാര്യമുണ്ട്, അതിൻ്റെ ഉള്ളടക്കം പിടികിട്ടുന്നില്ലല്ലോ, തലക്കകത്തേക്കൊന്നും കയറുന്നില്ലല്ലോ. അപ്പോൾ ഈ കൂട്ടരെല്ലാം, ഈ ന്യൂജന്മാരെല്ലാം, ഇതിനെല്ലാം ഞാൻ ഈ 400 പേരുടെ കൂട്ടത്തിൽ കൂട്ടുകയാണ്, 400 പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ കൂട്ടുക. ഇവരെല്ലാം പറയുന്നത് ഒരു കാര്യമാണ്. 2 കൊരിന്ത്യർ ലേഖനം 8:9 ഒന്ന് വ്യാഖ്യാനിക്കാമോ എന്ന് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്ക് കൊടുക്കേണ്ട താമസം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ എന്നൊന്നും പറയണ്ട. പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവരെല്ലാം ഒറ്റ ശ്വാസത്തിൽ മറുപടി പറയും, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ പണക്കാരനാക്കാൻ വേണ്ടി വന്നതാണെന്ന്. അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. ധനവാനെന്നോ സമ്പന്നനോ ഒന്നുമല്ല പറയുന്നത്. നമ്മളെ പണക്കാരനാക്കാൻ വേണ്ടി യേശു ക്രൂശിൽ കയറിയെന്ന്. യേശു ക്രൂശിൽ കയറുന്നതിന് മുമ്പ് പഴയ നിയമകാലത്തൊന്നും ആരും ധനവാന്മാരായിട്ടില്ല. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബൊക്കെ ധനവാനായത് യേശു ക്രൂശിൽ കയറിയിട്ടാണോ? ശലോമോൻ ധനവാനായത് യേശു ക്രൂശിൽ കയറിയിട്ടാണോ? അവരാരും ധനവാന്മാരായത് ക്രൂശിൽ കയറിയതുകൊണ്ടൊന്നുമല്ല. ഇതിൻ്റെ ഒന്നും ഉള്ളടക്കം ഇവർക്കാർക്കും പിടികിട്ടിയിട്ടില്ല. ഇവരുടെ കൂടെ ഈ തുള്ളവും ചാടുകയും ചെയ്യുന്ന ആൺപിള്ളേരും പെൺപിള്ളേരും അവരുടെ അമ്മയപ്പന്മാരും ഒക്കെയുണ്ട്. അവരെല്ലാം അവസാനം ചെന്നെത്തുന്ന സ്ഥലത്തിൻ്റെ പേരാണ് തീപ്പൊയ്ക. അതല്ലാതെ വേറെ സ്ഥലമൊന്നുമില്ല സഹോദരങ്ങളെ. വേറെ എന്തെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചേണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ. എൻ്റെ അറിവിൽ 2 സ്ഥലമേ ഉള്ളൂ. ഒന്നും അല്ലെങ്കിൽ കീഴേ പാതാളത്തിൽ, അല്ലെങ്കിൽ ഉയരത്തിലേക്ക് പോകാം, സ്വർഗീയമായ വിശ്രമ സ്ഥലത്തേക്ക്, സ്വർഗീയ പറുദീസയിൽ എത്തിച്ചേരാം. ഈ 2 സ്ഥലമല്ലാതെ ഇടയ്ക്ക് കത്തോലിക്കിന് അതിനിടയ്ക്ക് കണ്ടൊരു പ്ലോട്ട് മേടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടെ. കത്തോലിക്കിന് മേടിച്ചിട്ടിരിക്കുന്ന ആ പ്ലോട്ടിൽ അവിടെ അവർ കെട്ടിടം പണിയോ അവിടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നൊന്നും നമുക്കറിയില്ല. നമുക്കതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ കമൻസ് ഒന്നും പറയാനില്ല. അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവരവിടെ പൊക്കോട്ടെ. ജനറലായിട്ടാണ് പറഞ്ഞത്. ഈ 2 സ്ഥലമേ ഉള്ളൂ. ഈ ന്യൂജൻ കൂട്ടങ്ങളിൽ കിടക്കുന്ന ആളുകളെല്ലാം മാനസാന്തരപ്പെടേണ്ടതുണ്ട്. മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അഭിഷിക്തന്മാരുടെ കൈക്കീഴിൽ തന്നെ സ്നാനപ്പെട്ട് കൃപ പ്രാപിച്ച് ദൈവരാജ്യത്തിൽ വന്ന് അവരുടെ ശിഷ്ടമുള്ള ജീവിതം, സമർപ്പിത ജീവിതമായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അങ്ങെത്താം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ പൂമാല ഏറ്റുവാങ്ങിയ പുള്ളിയുണ്ടല്ലോ, കോട്ടയംകാരൻ, ആ പുള്ളിയുടെ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരനുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 6-7 മാസം, 1 വർഷമോ മറ്റോ ആയി നമ്മളുടെ ഈ മെസ്സേജുകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെയോ മിനിങ്ങാന്ന് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എന്താ താമസം എന്ന് ചോദിച്ചു. ഈ പാതാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയമായില്ലേ എന്ന് ചോദിച്ചു. ഈ പാതാളത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയമായില്ലേ? ആ കൂടെ പോയി അവസാനം അവിടെ ചെന്ന് എത്തിയാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഗുഡ് ബൈ, ഞാൻ വിട പറഞ്ഞിരിക്കുന്നു. ഇനി കോട്ടയംകാരനുമായിട്ട് ഒരു ബന്ധവുമില്ല, കൂട്ടുകെട്ടുമില്ല. അങ്ങനെ ആ സഹോദരൻ പറയുമ്പോൾ തന്നെ അഗ്നിനാവുള്ള ഉദ്ദേശി ഈ കോട്ടയംകാരൻ്റെ കൂട്ടത്തിൽ തോളത്ത് കൈയിടാൻ പോവുക. ഈ സാധാരണക്കാരനായ ആ സാധു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സുബോധം വന്നിട്ട് അവർ പറയാണ്, എൻ്റെ ദൈവമേ, ദൈവവചനത്തിൻ്റെ ആഴങ്ങളും അതിൻ്റെ ഗൗരവവും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരിക്കലും ഇരിക്കേണ്ട സ്ഥലമല്ല അത്. അതുകൊണ്ട് ഞാൻ വിട പറയുന്നു, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിട പറഞ്ഞു പോന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ശുശ്രൂഷ കൊണ്ട് ധന്യമായൊരു കാര്യം നടന്നു എന്നുള്ളത് ഞാൻ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ്. നാളുകളായി അദ്ദേഹം ഈ മെസ്സേജുകളെല്ലാം കേട്ട്, അതായത് ക്രൂശിൻ്റെ ആഴങ്ങളൊക്കെ ഗ്രഹിച്ചു, ക്രൂശിൻ്റെ ആ ഒരു ദർശനം പ്രാപിച്ചു, ഒന്ന് അടുങ്ങിപ്പോയി എന്ന് പറയാം. നടുങ്ങിപ്പോയി. കൊടുത്ത വിലയുടെ ആഴമൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒന്നും കേട്ടിട്ടില്ലല്ലോ. ചുമ്മാ തലയ്ക്കൊരു മുട്ട് കൊടുത്ത് മീനിച്ചിലാറ്റിൽ ഇറക്കി കയറ്റിക്കൊണ്ട് പോയതാ. തലക്കെട്ടൊരു മുട്ട് കൊടുക്കുമ്പോൾ ബോധം പോകുമല്ലോ. ഈ കോഴീനെയൊക്കെ കൊല്ലുന്നത് കണ്ടിട്ടില്ലേ? അതായത് കോഴീനെ അറക്കുന്ന ഒരു രീതിയുണ്ട്, അല്ലാതെ ചിലർ ചുമ്മാ തലക്കെട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ബോധം പോകും. അങ്ങനെ ബോധം പോകുന്ന ഒരു രീതി. അതുപോലെ ഇവർ തലക്കെട്ടൊരു മുട്ടൊക്കെ കൊടുക്കും. അതായത് 100ൻ്റെ നോട്ടൊക്കെ വെച്ചിട്ടായിരിക്കും തലക്കെട്ട് അടിക്കുന്നത്. അന്നേരം ബോധം പോകും. അങ്ങനെ ബോധം പോയി 100ൻ്റെ നോട്ടെന്ന് വെച്ചാൽ അതിൻ്റെ വലിയ കെട്ടുകൾ, 2-3 കെട്ടുകൾ എടുത്തിട്ട് തലക്കെട്ടൊരു അടി അടിച്ചു കഴിഞ്ഞാൽ ബോധം പോകും. അങ്ങനെ ബോധം പോയി കഴിഞ്ഞാൽ ഉടനെ ഇവർ വെള്ളത്തിലിറക്കി കയറ്റിക്കൊണ്ട് വരും. എന്നിട്ട് പിന്നെ പറയുന്നതല്ല ഈ 100ൻ്റെ നോട്ടിൻ്റെ, 100 ഉദ്ദേശിച്ചത് 1000, 2000 എങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഈ 100ൻ്റെ നോട്ടിൻ്റെ അടി കിട്ടിയവരായതുകൊണ്ട് അവർക്ക് അത് തന്നെ കേൾക്കണം. ഉയരത്തിലുള്ളതൊന്നും പറഞ്ഞ് അവർക്ക് മനസ്സിലാകില്ല. കൃപയാൽ ഈ സഹോദരനും കുടുംബത്തിനും സുബോധം വെച്ചു. കുടുംബത്തിനെല്ലാം എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. മക്കൾക്കൊക്കെ ബോധം വെച്ചോന്ന് എനിക്കറിയില്ല. എന്തായാലും വെച്ചെന്ന് അദ്ദേഹം പറയുന്നത് എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന് ബോധം വെച്ചു.
അത് മതിയെന്നേ നമുക്ക്. അദ്ദേഹത്തിൻ്റെ കണ്ണു തുറന്നു. അദ്ദേഹത്തിൻ്റെ നിത്യത പാതാളത്തിൽ ചെലവഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. അദ്ദേഹം കർത്താവിനോടുകൂടെ ആ ഒരു വിശ്രമത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളൊക്കെ സന്തോഷിക്കണം. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ മുഴു സ്വർഗവും സന്തോഷിക്കും. അതുപോലെയാണ് തങ്കു മങ്കു ആൻഡ് ടീമുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തിറങ്ങി വന്നാൽ മുഴു സ്വർഗവും ദൂതന്മാരും സന്തോഷിക്കും, നിശ്ചയമായും സന്തോഷിക്കും. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? 400 പേരും ഒരേ സ്വരത്തിൽ പറയാണ് രാജാവ് പൊയ്ക്കൊള്ളാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ നിങ്ങൾ പിന്നീട് അതൊക്കെ വായിച്ചു നോക്കുക. ഇത് മുഴുവൻ പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടുകയാണ്. അങ്ങനെ യഹോശാഫാത്ത് പറഞ്ഞത് നിമിത്തം ആഹാബ് ഒരുവനുണ്ടെന്ന് പറഞ്ഞല്ലോ, അവൻ്റെ പേരാണ് മീഖായാവ്. അവനെ വിളിക്കാനായിട്ട് ബാല്യക്കാരെ പറഞ്ഞയച്ചു. അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവനോട് പറയാണ്, എല്ലാവരും ഒരേ രീതിയിലാണ് കേട്ടോ പറയുന്നത്, നീ ആ താളത്തിനൊപ്പിച്ചങ്ങ് നിന്നോണം. ആ 400 പേരും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, മാറ്റി പറഞ്ഞേക്കരുത്, അതേ രീതിയിൽ അങ്ങ് പൊയ്ക്കൊള്ളുക. നീ വന്ന് ദൂതൊക്കെ പറയുമ്പോൾ ലൈറ്റും പുകയൊക്കെ ഞങ്ങൾ ഇട്ട് തന്നേക്കാം, ആ ലൈറ്റിനും പുകയ്ക്കും അനുസരിച്ച് നീ എങ്ങനെ അങ്ങ് നിന്നോളുക, മാറ്റി പിടിക്കരുത്, ഇങ്ങനെ അങ്ങ് പിടിച്ചോളാൻ പറയും. അപ്പോൾ മീഖായാവ് അങ്ങനെ പിടിക്കുന്ന പുള്ളിയാണോ? അവൻ വാ തുറന്ന് കാര്യം പറയാണ്. ഇനി ആ താഴേക്കുള്ള വാക്യങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ നേരെ ജമ്പ് ചെയ്ത് 18ാമത്തെ വാക്യത്തിലേക്ക് വരിക. അവിടെ വരുമ്പോൾ മീഖായാവ് തുറന്ന് സംസാരിക്കുകയാണ് 2 രാജാക്കന്മാരോടും. ഈ വന്നിരിക്കുന്ന 2 രാജാക്കന്മാരുടെയും മുഖത്ത് നോക്കി കാര്യം പറയുകയാണ്. എന്നാൽ യഹോവയുടെ വചനം കേട്ടുകൊള്ളുവിൻ. യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമെല്ലാം അവൻ്റെ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. അതായത് മീഖായാവ് വലിയൊരു ദർശനം കാണുകയാണ്. ആ ദർശനം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് പറയാണ്, ഇസ്രായേൽ രാജാവായ ആഹാബ് ചെന്ന് ഗിലെയാദിലെ റമോത്തിൽ പട്ടുപോകേണ്ടതിന് അവനെ ആർ വശീകരിക്കുമെന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. അതായത് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതന്മാർ ഒരുത്തൻ അങ്ങനെയും ഒരുത്തൻ ഇങ്ങനെയും പറഞ്ഞെന്ന്. എന്നറിയ ഒരു ആത്മാവ് മുന്നോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു. ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. യഹോവ അവനോട് എന്തിനാലെന്ന് ചോദിച്ചതിന് അതിന് അവൻ, ഞാൻ ചെന്ന് അവൻ്റെ സകല പ്രവാചകന്മാരുടെ വായിൽ ഭോഷ്കിൻ്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു. അതായത് ഒരു ആത്മാവ് യഹോവയുടെ സന്നിധി പറയാണ്, ഞാൻ ചെന്ന് അവനെ വശീകരിക്കാം, ഭോഷ്കിൻ്റെ ആത്മാവായിട്ടിരിക്കാം എന്ന് പറയുമ്പോൾ ആമേൻ, അങ്ങനെ തന്നെ നീ ചെന്ന് അങ്ങനെ ചെയ്യാൻ പറയുകയാണ് അല്ലേ? ആമേൻ, അങ്ങനെ തന്നെ നീ ചെന്ന് അങ്ങനെ ചെയ്യാൻ യഹോവയെ ദൈവം കൽപ്പിക്കുകയാണ്. എന്നിട്ട് ആകയാൽ ഇതാ, യഹോവ ഭോഷ്കിൻ്റെ ആത്മാവിനെ നിന്റെ പ്രവാചകന്മാരുടെ വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. അതായത് കുറച്ചു മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ച് മീഖായാവ് എടുത്തു പറയുകയാണ്. സ്വർഗത്തിൽ സംഭവിച്ച കാര്യം ഈ 400 പ്രവാചകന്മാരും വന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞത്. അവർ ബാലിൻ്റെ അശേരയുടെയും പ്രവാചകന്മാരല്ല കേട്ടോ, അവർ യഹോവയുടെ പ്രവാചകന്മാർ തന്നെയാണ് ഈ 400 പേരും. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം അവിടെ ബാലിൻ്റെയോ അശേരയുടെയോ ഒന്നും കാര്യം കോട്ട് ചെയ്തിട്ടില്ല. നിശ്ചയമായി അവർ യഹോവയുടെ പ്രവാചകന്മാരെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവരുടെ വായിൽ ഭോഷ്കിൻ്റെ ആത്മാവ് കടന്നു വന്ന് അവരെ വശീകരിച്ചു കളഞ്ഞു. എന്നിട്ട് ഇവർ 400 പേര് ഒരേ സ്വരത്തിലാണ് പറയുന്നത്, ഒരേ സ്വരത്തിൽ. അതാണ് ഇങ്ങനത്തെ ചില സ്പിരിറ്റുകൾ നമ്മുടെ ഉപദേശിമാരെ സ്വാധീനിക്കും. പിന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ വായിച്ചില്ലേ, ആഹാബ് യഹോശഫാത്തിനെ വശീകരിച്ചെന്ന്. നമ്മുടെ ഈ അഗ്നിനാവുള്ള ഉപദേശിയൊക്കെ കോട്ടയംകാർ വശീകരിച്ച് അവരുടെ പാളയത്തിൽ കൊണ്ടുപോയി. അവരുടെ പാളയത്തിൽ അങ്ങേര് മാത്രമല്ല, അവരുടെ ആ ചാനലുമായി ബന്ധപ്പെട്ട ഉപദേശിമാരെല്ലാം ആ ഒരു പാളയത്തിലാണ്, ലോകത്തിൻ്റെ പാളയത്തിലാണ്. അപ്പം അവരെല്ലാം ഒരേ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. ഈ പുള്ളികളെല്ലാം ഒരേ രീതിയിലായിരിക്കും. അതെങ്ങനെയാണ് ഒരേ രീതിയിൽ സംസാരിക്കുന്നത്? ഭോഷ്കിൻ്റെ ആത്മാവിനെ അനുവദിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരെല്ലാം ഒരേ രീതിയിൽ സംസാരിക്കുന്നത് അല്ലേ? 22ാം വാക്യത്തിലേക്ക് നോക്കൂ. ആകയാൽ ഇതാ, യഹോവ ഭോഷ്കിൻ്റെ ആത്മാവിനെ നിന്റെ പ്രവാചകന്മാരുടെ വായിൽ കൊടുത്തിരിക്കുന്നു. യഹോവ നിന്നെക്കുറിച്ച് അനർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. തൽക്ഷണം അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ കെനയായുടെ മകനായ സിദക്കിയാവ് വന്ന് മീഖായാവിൻ്റെ കാരണത്തടിക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ്, യഹോവയുടെ ആത്മാവ് എന്നെ മറികടന്ന് നിന്നോട് ആലോചന പറയാനായിട്ട് ഏത് വാതിലിലൂടെയാണ് കടന്നു വന്നതെന്ന് സിദക്കിയാവ് എന്ന് പറയുന്ന കേമൻ ചോദിക്കുകയാണ്. അവനതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ 400 പേര് ഒരേ സ്വരത്തിൽ പറയുന്നു, രാജാവിൻ്റെ അനുമോദനങ്ങൾ വാങ്ങുന്നു, അവരങ്ങനെ യുദ്ധത്തിന് പുറപ്പെടാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നു. അപ്പോഴുണ്ട് 24 മണിക്കൂറും ആഹാബിനെ വിമർശിക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന മീഖായാവ് വന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അവിടെ ഒരു ആത്മാവ് യഹോവയുടെ സന്നിധിയിൽ നിന്ന് പറഞ്ഞു, നിന്റെ പ്രവാചകന്മാരുടെ അധരത്തിൽ ഭോഷ്കിൻ്റെ ആത്മാവായി ഞാൻ പോയി ഇരിക്കാമെന്ന്. അങ്ങനെ ആ ആത്മാവിനെ യഹോവയായ ദൈവം അനുവദിച്ചു.
അവൻ വന്ന് നിന്റെ പ്രവാചകന്മാരുടെ അധരത്തിൽ ഇരിക്കുകയാണ്. അവര് ഭോഷ്കാണ് സംസാരിച്ചത്, വ്യാജമാണ് സംസാരിച്ചത്, വഞ്ചനയാണ് സംസാരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർക്കത് മനസ്സിലായില്ല, അത് ഗ്രഹിക്കാൻ പറ്റിയില്ല. മീഖായാവ് പറഞ്ഞ ആ കാര്യം അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയില്ല. എന്തായാലും അവർ യുദ്ധത്തിന് പോയതിന് ശേഷം ആഹാബ് അതേ നിലയിൽ എന്തായാലും അവർ യുദ്ധത്തിന് പോയി. യുദ്ധം പൂർത്തീകരിച്ച് മടങ്ങി വന്നത് യഹോശഫാത്ത് മാത്രമാണ്. യഹോശഫാത്ത് മടങ്ങി വന്നത് വല്ല പ്രകാരത്തിലും, അതായത് പ്രാണനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടെന്ന വണ്ണമാണ് തിരിച്ചു വന്നത്. ആഹാബിനെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ആഹാബിൻ്റെ ശവമാണ് കൊണ്ടുവന്നത്. നോക്കണം, യഹോവയുടെ അരുളപ്പാടാണ്, യഹോവയുടെ ദാസനാണ് പറഞ്ഞത്. 400 പേര് ഒരേ സ്വരത്തിൽ പറയുന്നു എന്ന് കരുതി മരുഭൂമിയിലെ സ്വരങ്ങൾ കേൾക്കുമ്പോൾ സകല പെന്തിക്കോസുകാരും കേട്ടുകൊള്ളുക, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനാ പറയുന്നത്. ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നതൊക്കെ അവരുടെ അധരങ്ങളിലെല്ലാം ഭോഷ്കിൻ്റെ ആത്മാവാണ് ഇരിക്കുന്നത്. വഞ്ചനയുടെ ആത്മാവിനാലാണ് അവർ ശുശ്രൂഷിക്കുന്നത്. ആ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുന്നവരെല്ലാം ചെന്നെത്തുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കീഴേപ്പാതാളം. അറിഞ്ഞില്ല കേട്ടില്ലെന്നൊന്നും പറയരുത്. നാളെ ഈ മെസ്സേജൊക്കെ കേൾക്കുന്നവരോടും കൂടെയാണ് പറയുന്നത്, ഇത്തരം കൂട്ടങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോരുവിൻ, അവരെയൊക്കെ വിട്ടൊഴിഞ്ഞിരിക്കുക. നിങ്ങൾ എങ്ങോട്ട് പോകണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവാത്മാവിനോട് ആലോചന ചോദിക്കുക. ദൈവാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നിങ്ങൾ സത്യാന്വേഷികളാകണം. സത്യാന്വേഷികളാണെങ്കിൽ ഒരു നാളും നിങ്ങളെ കൈവിടില്ല, ഒരു നാളും കൈവിടില്ല. ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ജനത്തെ വഴി നടത്തുകയും ചെയ്യുന്ന ദൈവദാസന്മാർ അങ്ങും ഇങ്ങും ഇന്നുകൊണ്ട് അത്തരം ദൈവദാസന്മാരുടെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കും. അങ്ങനെയുള്ള ദൈവദാസന്മാരുടെ കരങ്ങളിൽ നിങ്ങളെ ഏൽപ്പിക്കും. നിങ്ങളങ്ങനെ താണിരുന്ന് കൊടുത്താൽ മതി. നിങ്ങളുടെ പ്രാർത്ഥനയും വിലാപവും അറിയുന്ന സ്വർഗത്തിലെ ദൈവം നിങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കുമോ? ഒരു നാൾ ഉപേക്ഷിക്കില്ല. കാരണം പാപത്തിൻ്റെ പടുകുഴിയിൽ നിങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളെ ചുമ്മാ എറിഞ്ഞു കളയോ? ഒരിക്കലും കളയില്ല സഹോദരങ്ങളെ. കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെ വഴിയിൽ അലയാൻ വിടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അങ്ങനെ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തോടുള്ള ബന്ധത്തിൽ പത്രോസ്ലീഹ പറയുന്ന പോലെ അവരുടെ ജീവിതത്തിൽ പരിശോധനകളുണ്ടാവും, പരീക്ഷകളുണ്ടാവും. പരിശോധനയും പരീക്ഷയൊന്നും ഒഴിവാക്കിയിട്ടുള്ളൊരു ജീവിതമല്ല പറയുന്നത്. ആ പരിശോധനയിലും പരീക്ഷയിലൊന്നും പരാജയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. നിങ്ങൾ വചനത്തിൽ നിലനിന്നാൽ മതി. നിരന്തരം ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. ദൈവവചനത്തിൽ ചില പാറ്റേണുകളുണ്ട്, ചില മാതൃകകളുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ, അതിൻ്റെ മർമ്മം മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ എളുപ്പമൊന്നും നിങ്ങളെ ആർക്കും വീഴ്ത്താൻ കഴിയില്ല. ഈ മർമ്മം മനസ്സിലാകാത്തതാണ് പ്രശ്നം. ഇതിൻ്റെ രീതി ഉണ്ടല്ലോ, ആ രീതി മനസ്സിലാകുന്നില്ല പലർക്കും. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ അരുതാത്ത കൂട്ടുകെട്ടുകളെ കുറിച്ചാണല്ലോ. അരുതാത്ത കൂട്ടുകെട്ടുകളെ കുറിച്ചാണ്. ശരിയായ കൂട്ടുകെട്ടുകളും ശരിയായ രീതികളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഹോശഫാത്ത് എന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. അവൻ സംബന്ധം കൂടാൻ പാടില്ലാത്തവരുടെ അടുക്കൽ പോയി ലൈറ്റും പുകയൊക്കെ കണ്ടപ്പോൾ ആ പുകയുടെ കൂട്ടത്തിൽ കിടന്ന് തുള്ളാൻ കൂടി. ഈ കോട്ടയത്തിനടുത്തൊരു സഹോദരി ഈ കഴിഞ്ഞ ദിവസത്തെ ആ പരിപാടിക്കൊന്നും പോയില്ല. ആ സഹോദരിയുടെ പാസ്റ്റർക്ക് വളരെ ദേഷ്യവും സങ്കടമൊക്കെ വന്നെന്നാണ് പറഞ്ഞത്, അവർ മാത്രം പോകാതിരുന്നതുകൊണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസം ഏതൊരു മെസ്സേജ് നിങ്ങളോട് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. അവരുടെ പാസ്റ്റർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഈ 400 പേര് ഒരേ രീതി പറയുമ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോകണ്ടേന്ന് ചോദിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് പോകാതിരുന്നെന്ന്. ആ സഹോദരി ചില നാളുകളായി നമ്മളുടെ മെസ്സേജുകളൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ വളരെ കൃത്യമായി പറയുന്നു, പെന്തിക്കോസ്റ്റ് വേറെ, ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് വേറെ. ഇത് തമ്മിൽ ഒരു ബന്ധമില്ലെന്നുള്ള കാര്യം. രണ്ട് തമ്മിൽ ഒരു ബന്ധമില്ല, ഒരു ചേർച്ചയുമില്ല. പെന്തിക്കോസ്റ്റിലെ പാസ്റ്റർമാർ അവരുടെ കൂട്ടത്തിൽ കൂടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ചില ആത്മാക്കൾ അവരെ വശീകരിച്ച് കൊണ്ടുപോയതാ. അവർ നശിക്കാൻ തീരുമാനിച്ചു. അവർ മറ്റേ സ്ഥലത്തേക്കുള്ള ബോർഡിംഗ് പാസ് എടുത്തു കഴിഞ്ഞു. ഇനി അവരെ പറഞ്ഞു തിരുത്താനോ തിരുത്തിക്കൊണ്ട് വരാനോ ഒന്നും സാധ്യമല്ല, എളുപ്പമല്ല. ശരിയായൊരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ കേൾവിക്കാരായ സഹോദരങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിലെ ഒരു വാക്യം. നമ്മൾ നാളുകളായി വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വാക്യം. ആ വാക്യം ഞാനിവിടെ എന്തുകൊണ്ട് കോട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, 400 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞാലും നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്യണം, തള്ളണം. ശരിയായ രീതിയിൽ പറയേണ്ട കാര്യം ഇവിടെ നമുക്ക് കാണാം. 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യം. അതിൻ്റെ 10-11 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, ആസിയിലും പൊന്തോസിലും കപ്പദോക്കിയയിലും ഗലാത്തിയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളോട് പത്രോസ് പറയുകയാണ്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയെന്നോണം പറയാണ്, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞന്വേഷിച്ചിരുന്നു.
അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഒടുക്കം നമ്മൾ ഈ 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളൊക്കെ ഇപ്പോൾ വായിച്ചത്. അതിൽ 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ എന്നാണ്. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിക്കുന്നവരാണെങ്കിൽ ആ സുവിശേഷത്തിൻ്റെ തുടർച്ചയെന്നോണം സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആ ശുശ്രൂഷകന്മാരിലൂടെ വെളിപ്പെട്ടാൽ അവർ നിശ്ചയമായും ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ക്രിസ്തുവിലല്ലേ സകലതും ഗുപ്തമായിട്ടിരിക്കുന്നത്, ക്രിസ്തുവല്ലേ നമ്മുടെ സമ്പത്തെന്ന് പറയുന്നത്. ആ ക്രിസ്തുവിനെ കുറിച്ചായിരിക്കും അവർ വെളിപ്പെടുത്തുന്നത്. മലയാളക്കരയിലെ പൂർവന്മാരായ ഭക്തന്മാർ പാട്ടെഴുതിയപ്പോൾ എന്തെന്നാ പാട്ട് പാടിയത്? എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു എന്ന. ഇന്നങ്ങനെ ഏതെങ്കിലും ഉപദേശി കുഞ്ഞുങ്ങൾ പാട്ട് എഴുതുന്നുണ്ടോ? പണ്ടെഴുതിയവരുടെ പാട്ടൊക്കെ ഇന്നും നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിനാൽ അങ്ങനെയുള്ള ഗാനങ്ങൾ രചിക്കുവാൻ അവർക്ക് കൃപ കൊടുത്തു. വരുംകാല തലമുറയ്ക്കും വേണ്ടിയിട്ട് അവരതെല്ലാം എഴുതി സൂക്ഷിച്ചു. അതുകൊണ്ട് ഇന്നും നമ്മൾ പാടി സന്തോഷിക്കുന്നു, അല്ലേ? പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിക്കുന്നവർ ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. അതുപോലെ ദൈവരാജ്യത്തിലെ മാതൃക എങ്ങനെയായിരിക്കും പറഞ്ഞു വരുന്നത്? ആ മാതൃകയാണ് ഈ 11-ാം വാക്യത്തിൽ കാണുന്നത്. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചു. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും, 2 പ്രധാന കാര്യമല്ലേ ഇവിടെ കണ്ടത്. ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നത് ന്യൂ ജനറേഷൻ പെന്തിക്കോസുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഇണയല്ല പിണകളെ കുറിച്ച് പറഞ്ഞു, അരുതാത്ത ബന്ധങ്ങൾ. ആഹാബിൻ്റെയും യഹോശഫാത്തിൻ്റെയും മുൻപാകെ 400 പ്രവാചകന്മാർ ഒരേ സ്വരത്തിൽ ഒരേ കാര്യം പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായ, ദൈവത്തിൻ്റെ അഭിഷിക്തനായ മീഖായാവ് വ്യത്യസ്തമായ കാര്യമാണ് പറയുന്നത്. അവർ പാടുന്ന പാട്ടിനൊപ്പം നിന്ന് പാടുന്നൊരു പാട്ടുകാരനല്ല മീഖായാവ്. മീഖായാവ് ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ച് സ്വർഗത്തിൽ സംഭവിച്ച കാര്യങ്ങളെയെല്ലാം അങ്ങനെ തന്നെയല്ലേ വർണ്ണിച്ച് കേൾപ്പിക്കുന്നത്. എന്നിട്ട് ദൈവാലോചന എന്താ പറഞ്ഞത്? നിനക്ക് ശുഭം വരില്ലെന്നാണ് പറഞ്ഞത്. അതാണോ പ്രവചനം, അതാണോ ദൂതെന്നൊക്കെ ചോദിച്ചാൽ അത് അങ്ങനെ തന്നെയാണ് ആഹാബിനോട് പറയേണ്ടത്. ആ ദൂത് കേൾക്കുമ്പോൾ ആഹാബിനൊരു മാനസാന്തരം ഉണ്ടാകുന്നില്ലല്ലോ, ഉണ്ടോ? മീഖായാവ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തൻ ദൈവാലോചന പറയുമ്പോൾ ആഹാബിന് തരിമ്പും മാനസാന്തരം ഉണ്ടാകുന്നില്ല. അവൻ അശേഷം ദൈവസന്നിധിയിൽ താഴ്ത്താൻ കൂട്ടാക്കുന്നുണ്ടോ? അവൻ ആ 400 പേരുടെ വാക്കാണ് വിശ്വസിച്ചത്. അവൻ എന്താ സംഭവിച്ചത്? അവൻ്റെ ശവം പെട്ടിക്കകത്താക്കി കൊണ്ടുവന്നു. സമയമാൻ്റെ അത് പാടിക്കൊണ്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങോട്ട് പോയപ്പോൾ വേറെ പാട്ടാണ് പാടിയത്, പക്ഷെ തിരിച്ചു വന്നപ്പോൾ സമയമാൻ്റെതും പാടിക്കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളുടെ ദൂതുകളും പ്രസംഗങ്ങളും അവരുടെ ആലോചനകളൊക്കെ കേട്ട് നടക്കുന്ന ആളുകളെല്ലാം അവസാനം ചെന്നെത്തുന്നത് ഇതുപോലുള്ള പെട്ടിക്കകത്തായിരിക്കും. എല്ലാവരും പെട്ടിക്കകത്താകില്ലെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ആത്മീയ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും മരിക്കാനുള്ളവരാ. ചെന്നെത്തുന്ന സ്ഥലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ചെന്നെത്തുന്നത് ദുരന്തത്തിലായിരിക്കുമെന്ന്. ഇവിടെ നമ്മൾ വായിച്ചത് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. ആ വാക്യത്തിൻ്റെ ഒരു വിശദീകരണം എന്ന നിലയിൽ കഴിഞ്ഞ നാളുകളിൽ വളരെ വിശദമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ വാക്യം വായിച്ച നിമിത്തം പുതുതായി കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, മേലാൽ കേൾക്കുന്നവർക്കും വേണ്ടി ഈ പിക്ചർ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് ഒരു ചെറിയ വിശദീകരണം പറയുകയാണ്. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. അതായത് ഈ വാതിൽ തുറന്ന് ആദ്യം കാണുന്ന നമ്മൾ ബലിപീഠമാണ്, അഥവാ യാഗപീഠം. യാഗപീഠം കഴിഞ്ഞ് പിന്നെ കാണുന്ന കൂടാരമാണ്. ആ കറുത്ത മൂടുശീലയിട്ട് മൂടിയിട്ടിരിക്കുന്നതാണല്ലോ കൂടാരം. അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകം ഇരിക്കുകയാണ്. ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോയി നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് തേജസ്സിൻ്റെ ക്രിസ്തുവിനെയാണ്. തേജസ്സിന്മേൽ തേജസ്സിൽ നിൽക്കുന്ന യോഹന്നാൻ പത്മോസി വെച്ച് കണ്ട മഹത്വാനായ ക്രിസ്തു ഉണ്ടല്ലോ, ആ ക്രിസ്തുവിനെയാണ് നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്ത് കാണുന്നത്. അതേസമയം പ്രാകാരത്തിൽ നമ്മൾ കാണുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് കാണുന്നത്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി വന്ന മശിഹയാണ് കാണുന്നത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളാണ് അവിടെ വിശദീകരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സമർപ്പണമാണ് അവിടെ വിശദീകരിക്കുന്നത്, അല്ലേ? ആ ബലിപീഠത്തിൽ നിന്ന് നമുക്ക് വളരെ ആഴത്തിലുള്ള മെസ്സേജുകളുണ്ട്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളാണ് അവിടെ വെളിപ്പെടുന്നത്. ക്രൂശാണ് വെളിപ്പെടുന്നത്. കാൽവറിയിലെ ക്രൂശല്ലേ കാണിക്കുന്നത്, അല്ലാതെ വേറെ എന്തെങ്കിലും ആണോ? അത് കാൽവറിയിലെ ക്രൂശാണ് കാണിച്ചത്. ആ ക്രൂശും ആ ക്രൂശ് കഴിഞ്ഞാൽ
ക്രൂശ് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്ന തേജസ്സിൻ്റെ ക്രിസ്തുവിനെയാണ്. അരിമത്തിക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കിയ ക്രിസ്തു 3-ാം നാൾ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് പുനരുദ്ധാന ശക്തിയാൽ അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. പിന്നത്തേതിൽ യോഹന്നാൻ പത്മോസിൽ വെച്ച് കാണുമ്പോൾ, അതിനിടയിലുള്ള ആ ഒരു സമയം വിടുക, പിന്നത്തേതിൽ യോഹന്നാൻ പത്മോസിൽ വെച്ച് യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ തേജസ്സിൻ്റെ ക്രിസ്തുവിനെയാണ് കാണുന്നത്, മഹത്വപൂർണനായ ക്രിസ്തുവിനെ. അത് ഭയങ്കര കാഴ്ചയായിരുന്നു. യോഹന്നാൻ ഭയന്നു പോയ കാഴ്ച. തേജസ്സിൻ്റെ ക്രിസ്തുവിനെയാണ് കാണുന്നത്. അപ്പോൾ ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും സഭയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ വാക്കുപയോഗിച്ചത്. സഭയോടുള്ള ബന്ധത്തിലും ഇതാണ് പാറ്റേൺ സഹോദരങ്ങളെ, ഇതാണ് പാറ്റേൺ. ഇതൊരു പെന്തിക്കോസ് പാസ്റ്റർ മാത്രമേ പറയൂ. ഒരു ന്യൂ ജനറേഷൻ പെന്തിക്കോസുകാരൻ ഇതൊന്നും പറയില്ല. അവർ 24 മണിക്കൂറും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളും മറ്റ് വിടുതലുകളും മറ്റ് നേരം പോക്കുകളുമാണ് അവർ പറയുകയുള്ളൂ. ശരിയായി സുവിശേഷം അറിയിക്കുന്നവർ, സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷിക്കുന്നവർ നിശ്ചയമായും ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയുള്ളൂ. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ നമ്മൾ പറഞ്ഞു, വാതിൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന ബലിപീഠമാണ്, അഥവാ കാൽവറിയിലെ ക്രൂശിനെയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി വന്ന മെഷിഹായെയാണ് നമ്മൾ ആ ബലിപീഠത്തിൽ കാണുന്നത്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി വന്ന മെഷിഹായെയാണ് ബലിപീഠത്തിൽ കാണുന്നത്. അതേസമയം അതിപരിശുദ്ധ സ്ഥലത്ത് നമ്മൾ ആരെയാണ് കണ്ടത്? അതിപരിശുദ്ധ സ്ഥലത്ത് നമ്മൾ കണ്ടത് വേഗം വരുന്നവനായ മണവാളനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പെന്തിക്കോസുകാരുടെ ശരിയായ പ്രസംഗം ആരംഭിക്കുന്നത് ഈ ബലിപീഠത്തിൽ നിന്നാണ്, ക്രൂശിൽ നിന്നാണ്. അഥവാ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ആ പ്രസംഗം പോയി അവസാനിക്കുന്നത് വേഗം വരുന്നവനായ മണവാളനെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. ആ കാര്യം ഉയർത്തിക്കൊണ്ടാണ് പ്രസംഗം അവസാനിക്കേണ്ടത്. അതായത് എല്ലാ മെസ്സേജിലും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഒരളവിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. വിശുദ്ധന്മാരെ ഓർമ്മിപ്പിച്ചുണർത്തേണ്ടതുണ്ട്. അത് ഓർമ്മിപ്പിച്ചുണർത്തുമ്പോഴാണ് തങ്ങളുടെ ഒരുക്കം എങ്ങനെയായി, തങ്ങൾ എത്രത്തോളം ജാഗ്രതയിലാണ്, ഈ വക കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ശുശ്രൂഷകന്മാർ എപ്പോഴും ആ വക കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ശരിയായ പാറ്റേൺ. നമ്മൾ പറഞ്ഞു, ഈ ബലിപീഠം മുതൽ അതിപരിശുദ്ധ സ്ഥലം വരെയുള്ള ആ ഒരു ദൂരം, അല്ലെങ്കിൽ വിശുദ്ധ പർവ്വതം വരെയുള്ള ആ ഒരു ദൂരം, അതിനിടയിലാണ് പ്രസംഗം നിൽക്കേണ്ടത്. അതിനിടയിൽ നമ്മൾ ക്രിസ്തുവിനെ കാണുകയാണ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകളിൽ എത്തിച്ചേരുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, 10ാം ക്ലാസ്സിൽ ജയിച്ചവൻ പ്രീ ഡിഗ്രിക്ക് പോകുന്നു, അവൻ ഡിഗ്രിക്ക് പോകുന്നു, പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്നു, അത് കഴിഞ്ഞ് പിന്നെ റിസർച്ചിലേക്ക് കടക്കുന്നു. അങ്ങനെ റിസർച്ചും കാര്യങ്ങളിലൊക്കെ പോയി ഓരോരോ വിഷയങ്ങളിൽ അവർ പ്രാവീണ്യം നേടുന്നു. അങ്ങനെയല്ലേ പഠന ലോകത്തുള്ള ആളുകൾ മുൻപോട്ട് പോകുന്നത്. സെയിം തന്നെ രക്ഷിക്കപ്പെട്ട് വരുന്ന ഒരുവൻ ഈ പ്രാകാരാനുഭവത്തിലേക്ക് വരികയാണ്. അവൻ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം, അല്ലേ? അവൻ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. അങ്ങനെ വളർച്ചാപഥത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ കണ്ണ് തുറക്കപ്പെട്ട് അവൻ ആ കൂടാരത്തിനകത്തേക്ക് കയറുമ്പോൾ അവിടെ മേശമേൽ അപ്പം ഇരിപ്പുണ്ട്. അപ്പം എന്ന് വെച്ചാൽ വെളിപ്പാടുകളാണ്. അതെല്ലാം ക്രിസ്തുവിനെ കാണിക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകളിൽ അവൻ സമ്പന്നനാകുകയാണ്. പുരോഹിതന്മാർ ഭക്ഷിക്കുന്ന ഭക്ഷണമല്ലേ, പുരോഹിതന്മാർ ഭക്ഷിക്കുന്ന അപ്പമാണത്. ആ അപ്പം സാധാരണക്കാർ ഭക്ഷിക്കുന്നതല്ല. അപ്പം രക്ഷിക്കപ്പെട്ട് വന്നവരെല്ലാം ഇങ്ങനെ ഈ കനപ്പെട്ട വിലപ്പെട്ട ഈ കോതമ്പിൻ കാമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഈ അപ്പമൊന്നും ഭക്ഷിക്കുന്നില്ല. അവർ ഈ പ്രാകാരത്തിൽ നിന്ന് ഇങ്ങനെ പല ദൂതും കേട്ട് പല പ്രസംഗവും കേട്ട് അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ഈ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കുന്നവർ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അകത്തളങ്ങളിലേക്ക് കടന്നു വന്ന് ഈ സ്വർഗീയ മർമ്മങ്ങളെല്ലാം പ്രാപിക്കുകയാണ്, വെളിപ്പാടുകളുടെ ഒരു ലോകത്തേക്ക് വരികയാണ്. അതെല്ലാം ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ക്രിസ്തുവാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം, അല്ലേ? ആ ക്രിസ്തുവിനോടാണ് നാം പറ്റിച്ചേരുന്നത്. ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് അവനുമായി നാം ഏകാത്മാവായി തീരുകയാണ്. അങ്ങനെ ഒരു തലത്തിലേക്ക് വരുമ്പോഴാണ് തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുന്നത്. കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം അവിടെ നിൽക്കട്ടെ. കർത്താവ് താൻ ഗംഭീരനാദം, അത് പറ്റിച്ചേർന്ന് ഒന്നായി തീരുന്ന മണവാട്ടിക്ക് വേണ്ടിയുള്ള സ്വരമാണ്. വീണ്ടെടുപ്പിൻ പ്രക്രിയയിലേക്ക് ദൈവരാജ്യത്തിലേക്ക് വന്നവരെല്ലാം ആ സ്വരം കേൾക്കുന്നില്ല. കർത്താവ് താൻ ഗംഭീരനാദം കേൾക്കുന്നത് പറ്റിച്ചേർന്ന് ഒന്നായി തീർന്നവരാണ് മണവാളൻ്റെ ആ സ്വരം കേൾക്കുന്നത്. ബാക്കിയുള്ളവർ ആ സ്വരം കേൾക്കാൻ പോകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് പരാമർശം ഒരു സ്ഥലത്ത് നടത്തി. അപ്പോൾ അവിടുത്തെ ശുശ്രൂഷകൻ എന്നോട് പറയാണ്, അവിടെ വിശ്വാസികൾക്ക് അത് കേട്ടിട്ട് അവരങ്ങ് അത്ഭുതപ്പെട്ടു പോയി, അവരങ്ങ് പാനിക്കായി പോയി എന്നാണ് പറഞ്ഞത്. അവരങ്ങ് വല്ലാതെയായിപ്പോയി. അതിൻ്റെ കാരണം എന്താ? അവർ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യം കേട്ടിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, അവരിതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യം ഒരിക്കലും കേട്ടിട്ടില്ലെന്ന് ചോദിച്ചു. അല്ല, അവരെല്ലാം ധരിച്ചിരിക്കുന്ന, രക്ഷിക്കപ്പെട്ടവരെല്ലാം ഒരുമിച്ചങ്ങ് അവിടെ പോയി ഒരുമിച്ചിരിക്കുന്ന ധരിച്ചിരിക്കുന്നത്.
അപ്പോൾ അവരുടെ പുസ്തകത്തിലില്ലേ നിത്യതയിൽ ഓരോരുത്തൻ താൻ്റെ നിരയിലാണെന്നൊക്കെ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ടില്ലെന്ന് ചോദിച്ചു. അത്രയും വായിച്ച് കാണില്ലായിരിക്കും എന്ന് പറഞ്ഞു. അതിപ്പോൾ ആരുടെ കുഴപ്പമാണ്? വായിച്ച് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം, പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞങ്ങൾ പറയുകയാണ് നിത്യതയിൽ ഓരോരുത്തൻ താൻ്റെ നിരയിലത്രേ. രക്ഷിക്കപ്പെട്ടവരെല്ലാം പുതിയ ഭൂമി വരും, തർക്കമൊന്നുമില്ലെന്നേ. അതിനാർക്കാ തർക്കം? അതേസമയം യോഗ്യരായവർ, ഈ നിലയിൽ യോഗ്യരായവർ അവർ ദൈവസന്നിധിയിൽ പ്രതിഫലങ്ങളും കിരീടങ്ങളും ഒക്കെ ഏറ്റുവാങ്ങും. അതിനുവേണ്ടി അധ്വാനിക്കുകയോ അതിനുവേണ്ടി ഉത്സാഹിക്കുകയോ അതിനുവേണ്ടി പോരാട്ടം കഴിക്കുകയോ ചെയ്യാത്തവർ അവരും കിരീടവും പ്രതിഫലവും ഒക്കെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒട്ടും മര്യാദയല്ല. നിങ്ങളങ്ങനെ ചിന്തിക്കുന്നത് തെറ്റല്ലേ? നിങ്ങളങ്ങനെ ചിന്തിക്കുന്നത് തെറ്റല്ലേ? കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, തുടർന്നുള്ള ജീവിതവും കൃപയാലാണ്. നിത്യതയിൽ കൃപയില്ല. കൃപ എവിടം വരെയുള്ളൂ? കാഹളം വരെയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയുള്ളൂ. ഈ രണ്ട് കാര്യമേ പറയാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കൃപയൊന്നും വ്യാപരിക്കില്ല. പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് നമ്മെ ദൈവസന്നിധി കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് അവിടെ അവസാനിപ്പിക്കുകയല്ല, അവിടെ കൊണ്ടുവന്നിട്ടാണ് ദൈവം തൻ്റെ ദാസന്മാരിലൂടെ ഇതുപോലെയുള്ള കാര്യങ്ങളെ കേൾപ്പിക്കുന്നത്. ഈ പ്രാകാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ മണവാട്ടിയൊന്നും ആകില്ല. മണവാട്ടിയൊക്കെ ആകണമെങ്കിൽ, കുഞ്ഞാടിൻ്റെ കാന്തയാകണമെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരണം. അതായത് വിശുദ്ധ സ്ഥലത്ത് ജീവിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചാൽ കാഹളം ധനിക്കുമ്പോൾ നേരെ ജമ്പ് ചെയ്യുന്നത് അതിപരിശുദ്ധ സ്ഥലത്തേക്കായിരിക്കും. കാഹളം ധനിക്കുമ്പോൾ എങ്ങനെയാ? തിരശീല അങ്ങ് മാറുകയാണ്. മനസ്സിലാക്കണം, ആ പിക്ചർ ഒന്ന് മനസ്സിലോർത്തേ. കാഹളം ധനിക്കുമ്പോൾ തിരശീല അങ്ങ് മാറുകയാ. നമ്മൾ നേരെ ചൂട് വയ്ക്കുന്ന എവിടെയാ? ക്ഷണനേരം കൊണ്ടായിരിക്കും കർത്താവിനോട് കൂടെ ഒരുമിച്ചിരിക്കുന്നത്. ആ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്കാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നത്. അത് വിശുദ്ധ സ്ഥലത്ത് ജീവിക്കുന്നവർക്കല്ലേ ആ ജമ്പിങ് നടക്കുകയുള്ളൂ. പ്രാകാരത്തിൽ നിൽക്കുന്നവൻ എങ്ങനെയാണ് ജമ്പ് ചെയ്യുന്നത്? അവൻ എവിടം വരെ ജമ്പ് ചെയ്യും? പ്രാകാരത്തിൽ നിൽക്കുന്നവൻ അങ്ങനെ തന്നെ പുതിയ ഭൂമിയിലേക്ക് വരും, ഒരു സംശയവുമില്ല. അവൻ പുതിയ ഭൂമിയിലെത്തും, നരകത്തിലൊന്നും പോകുന്നില്ലല്ലോ, അവിടെ തന്നെ എത്തും. അപ്പം ഈ പറഞ്ഞ അനുഭവത്തിൽ വരുന്നത് ആരാ? ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ് പ്രാപിക്കുന്നവനാണ് ഈ ഒരു തലത്തിലേക്ക് വരുന്നത്. ഇത് സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷിക്കുന്നവർ മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ലുസ്രയിലെ പൂമാലയും പിന്നെ ജാർഖണ്ഡിലെ പൂമാലയും അവിടുത്തെ പൂമാലയും ഇവിടുത്തെ പൂമാലയും പിന്നെ കുറേ ലൈറ്റും പുകയൊക്കെ ആയിട്ട് നിന്ന് എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്ന് അടിച്ച് മിന്നിച്ച് അങ്ങനെയൊന്നും നടക്കുന്നവർക്ക് കിട്ടുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഇതൊക്കെ ദൈവം തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ്, തൻ്റെ ജനത്തിന് വേണ്ടി. അല്ലാതെ ന്യൂജൻ കൂട്ടങ്ങളിൽ കഞ്ഞി കുടിച്ച് നടക്കുന്നവർ എല്ലും തൊലിയായിട്ടിരിക്കുകയുള്ളൂ. ഇത്തരം മേൽത്തരം ഭോജനമൊന്നും കഴിക്കാൻ അവർക്ക് യോഗമില്ല. അവർ പറയുന്നൊരു ടേസ്റ്റ് ഇല്ലെന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ടേസ്റ്റും ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ ബ്രദറിന് ഏതാ ബ്രദറെ ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ മറ്റേ അവർ തരുന്നതിന് ഭയങ്കര ടേസ്റ്റാന്നാണ് പറയുന്നത്. ആട്ടെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക, ഈ ബലത്തോടെ മുന്നോട്ട് പോവുക, അവിടെ തന്നെ ചെന്നെത്തും. നിങ്ങൾ പ്രിയം വെച്ച സ്ഥലം എവിടെയോ അവിടെ തന്നെ ചെന്നെത്തും. വേദപുസ്തകം പറയുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിൽ ചെന്ന് എത്തണമെങ്കിൽ ഇതാണ് പാറ്റേൺ. ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും. പത്രോസ് അതുകൊണ്ടാണ് പിന്നെയും ഉറപ്പിച്ചു പറയുന്ന 4-ാം അധ്യായത്തിൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ദുഃഖിക്കരുത്, സന്തോഷിപ്പിൻ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും, അതായത് ക്രിസ്തു നടന്നു കാണിച്ച വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല കാര്യങ്ങളിലും നാം പ്രശംസിക്കണം. കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരാണ്. എന്തിനാ? നമ്മുടെ ക്യാരക്ടറിനെ മാറ്റിമറിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സഫറിങ്സ് അഥവാ കഷ്ടങ്ങൾ. നമ്മിൽ ആദാമ്യ പ്രകൃതിയുണ്ട് സഹോദരങ്ങൾ, മനസ്സിലാക്കുക. ആ ആദാമ്യ പ്രകൃതിയെ കഷ്ടങ്ങൾ കാർന്നു തിന്നും. എലി കരണ്ട് തിന്നുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഈ കഷ്ടങ്ങൾ നമ്മുടെ ക്യാരക്ടറിനെ, ആദാമ്യ പ്രകൃതിയെ കാർന്നു തിന്നും. സെയിം ടൈമിൽ നമുക്കൊരു ഡിവൈൻ ക്യാരക്ടർ ലഭിക്കും. ദിവ്യമായൊരു സ്വഭാവമാണ് ഈ കഷ്ടങ്ങളുടെ നടുവിൽ നമുക്ക് കൈവരുന്നത്. കഷ്ടങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ്, പലരുടെയും ജീവിതത്തിൽ പല രീതിയിലാണ്. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. ഓരോരുത്തരെയും ഒരുക്കാൻ വേണ്ടി അതിൻ്റെ രീതിയിൽ തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും, അതിൻ്റെ രീതിയിൽ. ഇതെല്ലാമാണ് പെന്തക്കോസ്തിൻ്റെ ടീച്ചിങ്. ഇത് ന്യൂ ജനറേഷൻ കൂട്ടങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമോ? ന്യൂ ജനറേഷൻ കൂട്ടങ്ങളിൽ പോയിട്ട് വന്നവരിവിടെ ഉണ്ടല്ലോ, കേട്ടിരിപ്പുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും കഴിഞ്ഞ നാളുകളിൽ നമ്മളിവിടെ വെളിപ്പെടുത്തിയിട്ടുള്ള ആഴമേറിയ ദൈവവചന സത്യങ്ങൾ അതവിടെ കേട്ടിട്ടുണ്ടോ? അവരാരെങ്കിലും ജീവിതത്തിൽ ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടോ? ആ കൂട്ടങ്ങളിലൊക്കെ ജനം ഈയാമ്പാറ്റകൾ തീക്കകത്ത് പോയി ചിറക് കരിച്ച് കളയുന്ന പോലെ അവിടെ പോയി അവരുടെ ആയുസ് കരിച്ച് കളയല്ലേ. എന്താ അവർക്ക് കിട്ടുന്ന ലാഭം? കുറച്ച് നേരം തുള്ളാം,
കുറേ ആൺപിള്ളേരും പെൺപിള്ളേരും സ്റ്റേജിൽ നിന്ന് തുള്ളും, ബാക്കിയുള്ളവർ താഴെ നിന്ന് തുള്ളും. കുറച്ച് പേരൊരു 3-4 ഓർഗൻ ഇട്ട് അരപ്പിക്കും. ആ തുള്ളലും ആ സമയത്ത് ഇവർ, അതിനൊരു സൈക്കോളജി ഉണ്ടല്ലോ, ആ സമയത്ത് ഇവർ തൊടുത്തുവിടുന്ന വാക്കുകളുണ്ട്. ആ വാക്കുകൾ അത് മനുഷ്യൻ്റെ ഉള്ളിൽ, അവൻ്റെ ദേഹിയിൽ അവൻ്റെ ഇമോഷനെ വന്ന് ടച്ച് ചെയ്യും. ഇമോഷനെ അഥവാ വികാരത്തെ ടച്ച് ചെയ്യും. അന്നേരം ഇവർ ചാടും തുള്ളും കരയും. ഓ, ഞങ്ങളുടെ തങ്കു ബ്രദർ പറഞ്ഞത് മറ്റേ ആ ബാംഗ്ലൂരിലെ പുള്ളി പറയുന്ന പോലെ ഒന്നുമല്ല, ആശ്വാസ വചനങ്ങളാണ് പറഞ്ഞത്, ഞങ്ങൾക്കൊരു ഉയർച്ചയുണ്ടെന്നാണ് പറഞ്ഞത്, ഞങ്ങളെ ഉയർത്തും മാനിക്കും. എങ്ങോട്ടാ ഈ മാനിക്കുന്നത്? ഒരു വീഡിയോ കാണിക്കാനുണ്ടായിരുന്നു, സമയം പോയതുകൊണ്ട് ഞാനിന്നത് കാണിക്കുന്നില്ല. കർത്താവ് അനുവദിച്ച് അടുത്ത ദിവസം കാണിക്കാം. നമ്മുടെ പെന്തിക്കോസ്ത്, ന്യൂ ജനറേഷൻ അല്ല കേട്ടോ, പെന്തിക്കോസ്ത് അകപ്പെട്ടിരിക്കുന്ന ചില ദുരന്തങ്ങൾ. നമ്മൾ ന്യൂ ജനറേഷനെ മാത്രം കുറ്റം പറയണ്ട. നമ്മളുടെ പെന്തിക്കോസ്ത് എന്ന് പറയുന്നത് മേജോറിറ്റിയും ന്യൂ ജനറേഷൻ ആത്മാവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. 400 പ്രവാചകന്മാരുടെ ഉള്ളിൽ വന്ന അതേ സ്പിരിറ്റാണ് ഇന്ന് മെജോറിറ്റി പെന്തിക്കോസ്ത് പ്രീച്ചേഴ്സിൻ്റെ ഉള്ളിലേക്കും വന്നിരിക്കുന്നത്. സങ്കടപ്പെടരുത് ആരും, യാഥാർത്ഥ്യങ്ങളാണ്. യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാതെ തരവില്ല. വലിയ പങ്കിൻ്റെ ഉള്ളിലേക്കും അത്തരം സ്പിരിറ്റുകൾ കടന്നു വന്നിരിക്കുകയാണ്. ഭോഷ്കിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം തകൃതിയായി നടക്കുകയാണ്. വിവേചന വരമില്ലാത്തതുകൊണ്ട് ബഹുഭൂരിപക്ഷം പേരും ഈ വക കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് പലരും പലയിടത്തും പോയി തലവെച്ചു കൊടുത്ത് അവരുടെ ക്രിസ്തീയ ജീവിതം നശിപ്പിച്ചു കളയുകയാണ്. എത്ര ശോഭയോടെ ജീവിക്കേണ്ടവരാണ്. വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ മഹിമയോടെ, പ്രതിഫലങ്ങളോടെ, കിരീടങ്ങളോടെ, തേജസ്സിന്മേൽ തേജസ്സോടെ കുഞ്ഞാടിനോടുകൂടെ സിംഹാസനത്തിലിരിക്കേണ്ടവർ അല്ലേ? സിംഹാസനമല്ല ഗൗരവം, കുഞ്ഞാടിനോട് കൂടെ ഇരിക്കുക, ഒരുമിച്ചിരിക്കുക എന്നുള്ള ആ കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞിട്ട് താൽക്കാലികമായി 70 ഏറിയാൽ 80 ഈ ലോകത്തിലെ കാര്യങ്ങൾ കേട്ട് കോൾമേൽ കൊണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് അതിനുവേണ്ടി അവരുടെ ജീവിതം അവർ സമർപ്പിച്ചിരിക്കുകയാണ്. അത്തരം ജനത്തെയൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ഗൗരവമായി ചിന്തിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.